ജീവിക്കണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് ഈ ബിസിനസ്സിലേക്ക് വന്നു. വളരെ ആത്മാർത്ഥതയോടുകൂടി ഈ ഒരു അവസരം ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരുപാട് ആളുകളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. നമ്മൾ പലരും, അല്ല, ഈ ഇരിക്കുന്ന ആളുകൾ പലരും വന്ന പോലെ ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് മറ്റാർക്കോ വേണ്ടി ഏറ്റെടുത്തൊരു വ്യക്തിയാണ് ഞാൻ ഈ ഒരു ബിസിനസ് എനിക്ക് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിച്ച് ഈ ഒരു ബിസിനസ്സിലേക്ക് വന്ന വ്യക്തിയല്ല. ഞാൻ ഈ മേഖല വരുന്നതിന് മുമ്പേ വർഷങ്ങളായി ട്രഡീഷണൽ ബിസിനസ് ആയിരുന്നു ചെയ്തിരുന്നത്. എന്നെ സാർ വ്യക്തമായി പരിചയപ്പെടുത്തി. എൻ്റെ പേര് റഷീദ് എന്നാണ്, കൊടുവള്ളിയാണ്. ഇന്ന് മൈലേഷ്യ മാർക്കറ്റിംഗ് റീജിയണൽ ടീം കോർഡിനേറ്റർ എന്ന റാങ്കിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മഹത്തായ ബിസിനസ് അവസരം എന്നെ പരിചയപ്പെടുത്തിയത് ഇന്ന് NTC റാങ്കിൽ വർക്ക് ചെയ്യുന്ന പന്നൂർ സ്വദേശി ഉമറുസ്താദാണ്. ഉമറുസ്താദും ഞാനും വർഷങ്ങൾ മുമ്പേ ഉള്ള പരിചയമാണ് എന്നെ ഈ ഒരു ബിസിനസ് ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഞാൻ 13 വർഷമായി ഹാർഡ്വെയർ, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ഷോപ്പ് നടത്തുന്ന ഒരു വ്യക്തി. മീൻസ് വർഷങ്ങൾ മുമ്പേ മുറുസാന്റെ നാട്ടിലാണ് ആദ്യമായി എനിക്ക് ഷോപ്പ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് അന്ന് ഞാൻ ജ്യേഷ്ഠന്റെ കടയിൽ നിൽക്കുകയാണ്. ആ സമയത്താണ് എന്നെ ഉമറുസ്താദ് പരിചയപ്പെടുന്നതും. പിന്നെ വർഷങ്ങൾ നീണ്ട ഒരു പരിചയം അങ്ങനെ കൊണ്ടുപോയി. പിന്നെ ഞങ്ങൾ ഷോപ്പുകൾ പലതവണ, ഞാൻ വേറെ ഷോപ്പിലേക്ക് പോയി സ്വന്തം ഷോപ്പ് തുടങ്ങി. സ്വന്തമായി തന്നെ 13 വർഷത്തോളം ആ ഒരു മേഖലയിൽ ബിസിനസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സമയത്തുണ്ടായിരുന്ന ഒരുപാട് ബന്ധങ്ങളാണ് ഈ ഒരു മേഖല, ആ ഒരു ബന്ധങ്ങൾ വളരെ ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റി. ആ സമയത്താണ് എനിക്കിങ്ങനെ ഒരു അവസരം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അന്നൊന്നും ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞൊരു മേഖല എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര ഇഷ്ടപ്പെട്ടൊരു സംഭവമല്ല. കാരണം 2002-ൽ 2 നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുകയും അന്ന് പ്രധാനപ്പെട്ട നമ്മൾ കേട്ടൊരു കമ്പനി ഉണ്ടായിരുന്ന കമ്പനിയുടെ കൂടെ നടന്നു. കുറെ സാമ്പത്തിക മാനസിക നഷ്ടങ്ങൾ വന്നു. ആ മേഖല വന്ന സമയത്ത് ഞാൻ ആ മേഖല വിട്ടു. അന്ന് ഞാൻ തീരുമാനമെടുത്തതാണ്, ഇനി ജന്മത്ത് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞൊരു വ്യവസായത്തെക്കുറിച്ച് ആലോചിക്കില്ല. കാരണം അന്ന് ഞാൻ ഉൽപ്പന്നം കൊടുത്ത ആളുകൾ കാണാൻ, അത് അവരെ കാണുന്ന സമയത്ത് മാറി നടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് അന്ന്. കാരണം അത്രയും പ്രൊഡക്റ്റ് കൊടുത്തു, റിസൾട്ട് കിട്ടിയില്ല, ചീത്തപ്പേര് വന്നു. അപ്പൊ അന്ന്, അതായത് നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന പലരും പല രൂപത്തിലുള്ള വിളിപ്പേരുകൾ അനുഭവപ്പെടുന്ന ആളുകളായിരിക്കും. ചിലപ്പോൾ ഡോക്ടർ എന്ന് വിളിക്കുന്നവരുണ്ടാവും, വൈദ്യരെന്ന് വിളിക്കുന്നവരുണ്ടാവും, ചിലപ്പോൾ കളിയാക്കുന്നവരുണ്ടാവും, അല്ലെ? പല രൂപത്തിൽ ഇപ്പൊ 2-10 എന്നൊക്കെ വിളിക്കുന്ന ആളുകൾ കേട്ടവരൊക്കെ ഉണ്ടാവാം. കാരണം നമ്മൾ ഇത് ആവേശത്തിൽ പലരോടും പറയുന്ന സമയത്ത് പിന്നെ അവർ നമ്മളെ വിളിക്കുക എന്തായിരിക്കും? 2-10 എന്ന്. വളരെ എക്സ്പീരിയൻസ് നമ്മൾ കേട്ടാണല്ലോ. ഇവിടെ ഒരു സംഭവം എന്താ പറഞ്ഞാല്, ഈ ബിസിനസ്സിൽ കൂടെ ആര് വിജയിച്ചിട്ടുണ്ടെങ്കിലും അവർ ചെറുതായിട്ട് വേദന അനുഭവിച്ചവർ മാത്രമാണ്. ഈ ബിസിനസ്സിൽ നിന്നല്ല, ലോകത്ത് എന്ത് സംഭവം ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ ചെയ്ത് വിജയിച്ച ആളുകൾ എന്തെങ്കിലും വേദന അനുഭവിച്ച ആളുകളാണ്. അങ്ങനെ ആ മേഖല ഞാൻ ചെയ്ത സമയത്തും വേദന അനുഭവിച്ച സമയത്ത് ഞാൻ പിന്നെ അന്നെടുത്തൊരു തീരുമാനമാണ്, ഇനി ജന്മത്ത് ഈ ഒരു മേഖല, അല്ല, ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞൊരു വ്യവസായത്തെ കുറിച്ച് ഇനി ആലോചിക്കൂല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 2019 കൊറോണ ഫസ്റ്റ് സ്റ്റാർട്ടിങ്, 2020 ശക്തമായി വന്ന സമയത്ത് ഇതേപോലെ ഉമർ ഉസ്താദിന്റെ വീട്ടിലേക്ക് ഞാനൊരു ദിവസം വെറുതെ പോയി. അപ്പം ഇങ്ങനെ പോയ സമയത്ത് ഉസ്താദ് മദ്രസ അധ്യാപകനാണ്. നമ്മളുള്ള ബന്ധം, മുമ്പേ ഉള്ള ബന്ധം, വർഷങ്ങളായി ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്. അങ്ങനെ ഞാൻ വീട്ടിൽ പോയിരുന്ന സമയത്ത് ഉമർ ഉസ്താദിന്റെ വീട്ടിൽ ഷോക്കേസിൽ ഒരുപാട് പേസ്റ്റും സോപ്പ്, കുറെ ചുവന്ന ബോട്ടിലുകളൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വീട്ടിലൊരാള് ഒരു ഉപയോഗിക്കാനാണെങ്കിൽ ഒന്നോ രണ്ടോ പേസ്റ്റ് കൊണ്ടുവെക്കുള്ളൂ. അയാൾക്ക് കഴിക്കാനുള്ള മരുന്നുകളാണെങ്കിൽ ഒന്നോ രണ്ടോ ബോട്ടിൽ മാത്രമേ കൊണ്ടുപോയി വെക്കുള്ളൂ. ഞാൻ പോയ സമയത്ത് ആ തട്ടില്, ആ ഒരു ഷെൽഫിൽ ഒരുപാട് എണ്ണം പേസ്റ്റും ഒരുപാട് എണ്ണം സോപ്പും കണ്ടു. അപ്പൊ ഞാൻ ഈ വ്യക്തിയെ ഒരു കളിയാക്കി കൊണ്ടുപോലെ ചോദിച്ചു, അല്ല ഉമർസ, നിങ്ങള് മദ്രസ പരിപാടിയൊന്നും ഇല്ലേ, ഇപ്പം സോപ്പും പേസ്റ്റും വെക്കലാണോ എന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, ആ, ഞാൻ സോപ്പും പേസ്റ്റും വെക്കുന്നുണ്ട്, എനിക്ക് വേണമെങ്കിൽ ഈ കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതിന് എത്രയാണ് എമൗണ്ട്, എത്രയാണ് ഇതിന് പൈസ, എത്രയാണ് വില വരിക ചോദിച്ചോ. പറഞ്ഞു, ഇതിന് അന്ന് 175 രൂപയാണ് MRP ആ പേസ്റ്റിന് അന്ന്. ഏകദേശം ഒരു 2020 ഒക്ടോബറിന്റെ ശേഷം, 20 ഫസ്റ്റിലാണ്, 20 2020-ലാണ്, ഒക്ടോബർ ആ സമയത്താണ്. അപ്പൊ ഞാൻ പറഞ്ഞാല് ഒരു പേസ്റ്റ് എനിക്ക് തന്നേക്കായിരുന്നു. അപ്പൊ അതിന്റെ മുമ്പ് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഈ പേസ്റ്റ് വാങ്ങിയാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക എന്ന്.
അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനൊരു പേസ്റ്റ് വാങ്ങിയാൽ എനിക്കൊരു 50 രൂപ ലാഭം കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? എന്നാ ഒരു പേസ്റ്റ് തന്നേക്കിന്ന് പറഞ്ഞു. ക്യാഷ് കൊടുത്തു, പേസ്റ്റ് വാങ്ങി. എൻ്റെ മനസ്സിൽ അന്ന് ഇത്ര മാത്രമേ ഉള്ളൂ, ഞാൻ ഈ ഒരു പേസ്റ്റ് വാങ്ങിയാൽ ഉമർ ഉസ്താദിന് ചിലപ്പോൾ ഒരു 50 രൂപ കിട്ടും. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും അയാൾക്ക് ഉപകാരം ഉണ്ടാക്കി. ഒന്നും മദ്രസ അല്ല, വീട്ടിലിരിക്കുന്ന ഒരാളാണ്, ജോലി ഇല്ലാതെ വീട്ടിലിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ ഉൽപ്പന്നം വാങ്ങുന്നത്. അന്ന് ഞാൻ വാങ്ങിയത് ഉമർ ഉസ്താദിന് 50 രൂപ പ്രോഫിറ്റ് കിട്ടിക്കോട്ടെ എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം, അല്ലാതെ എനിക്ക് ഇതിൽ കൂടെ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നു, ഭാവിയിൽ എൻ്റെ ഷോപ്പ് ഒഴിവാക്കി ചെയ്യുന്ന ബിസിനസ്സാണ് ഇതെന്നും അതിൻ്റെ തുടക്കത്തിലേക്കാണ് ഞാൻ പോകുന്നതൊന്നും അന്ന് ചിന്തിച്ചിട്ടേ ഇല്ല. കാരണം നമുക്കൊക്കെ ഉള്ള മൈൻഡ് ബ്ലോക്ക്, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലേക്ക് വന്ന ഒരു നെഗറ്റീവ് ചിന്ത, അല്ലെ മുമ്പ് ഏതോ മേഖലയിൽ നിന്നും കേട്ട് പഠിച്ചിട്ടുള്ള ഒരു നെഗറ്റീവായ അവസ്ഥ മനസ്സിലുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ചിന്തിച്ചിട്ട് പോലുമില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, വീണ്ടും അവിടെ നിന്ന് വീണ്ടും ഞാൻ ഉൽപ്പന്നം, ആ പേസ്റ്റ് വാങ്ങി തിരിച്ചു പോന്നു. പിന്നെ ഞാൻ അടുത്ത മാസം അതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ മുർസാൻ്റെ വീട്ടിലൊന്നും ഇങ്ങനെ കൂടും, ഞങ്ങൾ കുറച്ച് ആളുകൾ. അപ്പോൾ ആ വീണ്ടും അവിടെ ചെന്ന സമയത്ത് നമ്മുടെ പ്രോഗ്രാമിന് പോയതാണ്, വേറെ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് പോയതാണ്. ആ ഒരു പരിപാടി കഴിഞ്ഞതിന് ശേഷം പോരുന്ന സമയത്ത് ഞാൻ രണ്ട് പേസ്റ്റ് വീണ്ടും വാങ്ങി. അപ്പോൾ ഒന്ന് എൻ്റെ വീട്ടിലേക്കാണ്, ഒന്ന് എൻ്റെ വൈഫിൻ്റെ വീട്ടിലേക്കാണ്, വൈഫ് ഹൗസിലേക്കാണ് രണ്ടാമത്തെ പേസ്റ്റ് വാങ്ങിയത്. അപ്പോൾ മിർസ എന്നോട് ചോദിക്കുകയാണ്, എന്താണ് വീണ്ടും കഴിഞ്ഞ തവണ വാങ്ങി ഇപ്പം വീണ്ടും വാങ്ങാനുള്ള ഒരു ഉദ്ദേശം എന്താണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, കഴിഞ്ഞ തവണത്തെ പേസ്റ്റ് ഉപയോഗിച്ച് എനിക്ക് ചെറിയൊരു ഗുണം കിട്ടിയിട്ടുണ്ട്. എന്താ ഗുണം എന്ന് ചോദിച്ചു. നമ്മുടെ മോണ വീക്കം, കാരണം വർഷങ്ങളായിട്ട് എനിക്ക് വന്ന മോണ ബ്ലീഡിങ്ങിൽ നിന്ന് ഒരുപാട് മാറ്റം ഈ ഒരു ഉൽപ്പന്നം കൊണ്ട് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു ഇത് ഒരെണ്ണം ആർക്കാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരെണ്ണം എൻ്റെ വൈഫ് ഹൗസിലേക്കാണെന്നുണ്ട്. ഓക്കെ, അങ്ങനെ അവനോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ ഉൽപ്പന്നം എനിക്ക് MRP വില കുറച്ച് ഹോൾസെയിൽ റേറ്റ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഹോൾസെയിൽ റേറ്റിൽ എനിക്ക് തന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താ കാര്യം എന്ന് ചോദിച്ചു ഞാൻ ആദ്യം. അപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ കാര്യം നീ നോക്കണ്ട, എനിക്ക് വേണമെങ്കിൽ വില കുറച്ച് തരാമെന്ന് പറഞ്ഞു. ഉമർസാന്റെ ഭാഷയാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇരിക്കുന്ന പലരും, ഒരാളും ചിലപ്പം പരിചയമില്ലാത്ത ആളാ ഉണ്ടാവില്ല ഉമർസാനെ. ഉമർസാന്റെ ഭാഷയിൽ ഉമർസ പറഞ്ഞു വില കുറച്ച് തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്താ ഇതിന് വേണ്ട ചോദിച്ചു. എന്നോട് പറഞ്ഞു അന്ന് അഡ്രസ്സ് തന്നാൽ മതിയായിരുന്നു. അന്ന് ഞാൻ ചെയ്തത് ഡീറ്റെയിൽ അയച്ചു കൊടുത്തു, അഡ്രസ്സിന് ഡീറ്റെയിൽ അയച്ചു കൊടുത്തു. പിന്നെ മുർസായിക്ക് ഒരു മെസ്സേജ് അയച്ചു തന്നു, ഒരു ഒരു നമ്പർ, 3 നമ്പറുള്ള സാധനം അയച്ചു തന്നു. ഇതെന്ത് ഐഡിയ നമുക്കിത് അറിയില്ലല്ലോ. പക്ഷെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് കോടികൾ വരുമാനം വാങ്ങാൻ പോകുന്ന, അല്ലെ ലക്ഷങ്ങൾ വരുമാനം വാങ്ങിയിട്ടുള്ള ഒരു ഐഡിയ ആണ് എന്ന് എനിക്ക് മനസ്സിലായത്. അന്ന് ഞാൻ ഈ ഐഡിയക്ക് അത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ലായിരുന്നു. പക്ഷെ ഉമർസാ അന്ന് എനിക്ക് ഐഡിയ തന്നു. ആ ഐഡിയ ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്. ഞാനത് മെയിൻറ്റെയിൻ ചെയ്തില്ല. സാധാരണ നമ്മളെ ഫോണിൽ വന്നൊരു മെസ്സേജ് കുറച്ച് സമയം കഴിയുമ്പോൾ എന്ത് ചെയ്യും, പോകും ഓട്ടോമാറ്റിക്കായിട്ട്. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് പോവുമല്ലോ. അങ്ങനെ അത് പോയി. അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി പേസ്റ്റ് ഓരോന്ന് വാങ്ങുക എന്നല്ലാതെ ഇതിൻ്റെ ബിസിനസ് സാധ്യത, അല്ലെ ഡയറക്റ്റ് സെല്ലിങ്ങിൽ ഇന്ന എന്നെ വിജയങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ അവസരമാണെന്നൊന്നും കേൾക്കാനോ പറയാനൊന്നും ഞാൻ പോയിട്ടില്ല. പലതവണ എന്നെ വിളിച്ചിട്ടുണ്ട്, അന്നൊന്നും ഞാൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. പക്ഷേ ഒരു വർഷം കഴിഞ്ഞു. പക്ഷെ ഒരു 2021 ഫസ്റ്റില് കമ്പനീൻ്റെ ഐഡികൾ, അതായത് നമ്മളെ മെയിൻ ചെയ്യാത്ത ഐഡികളൊക്കെ കമ്പനി ബ്ലോക്ക് ചെയ്യുന്നൊരു സമയം വന്ന സമയത്ത് ഉമർസാറിനെ വിളിച്ചു. നിങ്ങൾ ID അടുത്ത വ്യാഴാഴ്ചയോടുകൂടി, അടുത്ത വെള്ളിയാഴ്ചയോടുകൂടി കട്ടാവും. ഈ വെള്ളിയാഴ്ചൻ്റെ മുമ്പ് ചുരുങ്ങിയത് ഒരു 1000 രൂപയുടെ ഉൽപ്പന്നെങ്കിലും എടുത്തിട്ടില്ലെങ്കിൽ ID ബ്ലോക്ക് ചെയ്യും. നീ എന്ത് ചെയ്യുന്നു, ID നിലനിർത്തുന്നുണ്ടോ, ഒന്നുകിൽ 6 അല്ലെ മുറുക എന്ന് പറഞ്ഞു. ഉമർസ അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു മുറസ് എന്ത് ID, നമുക്ക് എന്ത് ID, ബിസിനസ്സിൽ ഐഡിയനെ കുറിച്ച് എന്താ അറിയും, ഒരു ഐഡിയ ഇല്ലാത്ത ആളാണോടാണ് ഐഡിയനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, വീണ്ടും ഞാൻ പറഞ്ഞു മുറസ് ഞാൻ അങ്ങോട്ടേക്ക് വരാം, ഞാൻ നാട്ടിൽ വരാമെന്നാണ്. അങ്ങനെ ഞാനും ഭാര്യയും കൂടി വീണ്ടും എന്ത് ചെയ്യാണ്, മുറസാന്റെ വീട്ടിൽ പോയി. ആ സമയത്ത് എന്നോട് ചോദിച്ചു, വീട്ടിൽ കയറിയ സമയത്ത് എനിക്ക് ചെറിയൊരു പ്രശ്നം, യൂറിക് ആസിഡിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്, അതിന്റെ പെയിൻ അനുഭവിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത്, അതിന് മുമ്പ് ഈ ഒരു വർഷം ഞാൻ ഇത് ചെയ്യാതിരിക്കാനുള്ള കാരണം എന്താന്ന് പറഞ്ഞാൽ, ഈ മൈലേശ്വരി മാർക്കിൻ്റെ ഡയറക്ട് സെല്ലിങ്ങിന് ബിസിനസ് ഉണ്ടെന്നും ഇതിനെക്കുറിച്ച് സാധ്യതയുള്ള മേഖല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് വീട്ടിൽ വന്ന് അവതരിപ്പിച്ച സമയത്ത് എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു ഇത് നമുക്ക് ശരിയാവില്ല, ഇത് അത് വർഷങ്ങളായിട്ട് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് കട നടത്തിയിട്ട് വിജയിക്കാത്ത നമ്മൾ ഒരിക്കലും സോപ്പും പേസ്റ്റും വിറ്റാൽ വിജയിക്കൂല എന്നാ. അത് ശരിയാണ്. ഞാനും അവിടെ ചിന്തിച്ച എന്താ, എനിക്കൊരു വർഷം, അല്ലെ ഒരു ദിവസം, അല്ലെ ഒരു മാസം ഒരു പേസ്റ്റാ വിൽക്കാൻ പറ്റുക.
ഒരു ദിവസം ഒരു പേസ്റ്റ് വെക്കാൻ പറ്റും. ഇത് അടുത്ത മാസം, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് മാസത്തിൽ ഒരു തവണ മതി പേസ്റ്റും സോപ്പും. ദിവസം വേണ്ട പ്രൊഡക്റ്റ് ആണെങ്കിലും ദിവസം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതൊരു മാസത്തേക്ക് ആവറേജ് ഉണ്ടാവുമല്ലോ. അങ്ങനെ കണക്കൂട്ടിയ സമയത്ത് ഒരിക്കലും ഞാൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിക്കലിന്റെ ആ ട്രഡീഷണൽ ബിസിനസ്സിൽ കൂടെ കിട്ടുന്ന വരുമാനം, അല്ലെ അതിനേക്കാൾ മേലുള്ള ഒരു വരുമാനം എനിക്ക് ഈ മേഖലയിൽ കൂടെ ഒരിക്കലും ഏൺ ചെയ്യാൻ പറ്റൂല എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ എൻ്റെ ചിന്താഗതി തെറ്റായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നത് എപ്പോഴാണ്? കുറച്ച് വർഷങ്ങൾക്ക് ശേഷം. ഞാൻ അങ്ങനെ വീണ്ടും ആ സമയത്ത് ബിസിനസ്സിലേക്ക് ഇറങ്ങണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും എന്നെ അറിവില്ലാത്ത ഒരാൾ എന്നെ പിന്നോട്ട് വലിച്ചു. നമുക്കൊക്കെ ഉള്ള ഒരു സംഭവമാണ് എന്ത്? നമ്മൾ ഈ ഒരു മേഖലയെ കുറിച്ച് കേൾക്കുന്ന സമയത്ത് ആദ്യം ചോദിക്കുക, വീട്ടിൽ പോയിട്ട് ഭാര്യനോടായിരിക്കാം, അല്ലെ അച്ഛനോടായിരിക്കാം, അമ്മനോടായിരിക്കാം. പക്ഷെ ഒരു കാര്യം പറയാം, ഡയറക്ട് സെല്ലിംഗ് വ്യവസായത്തെ കുറിച്ച് നമ്മൾ എത്ര അറിവുള്ള നമ്മളെ വീട്ടിലുള്ള അച്ഛനായാലും അമ്മയായാലും അതല്ലെങ്കിൽ ഭാര്യ ആയാലും ഒരു കുട്ടികളോട് നിങ്ങൾ ചോദിച്ചാൽ ഇതിനെക്കുറിച്ച് ഒരു അറിവും കിട്ടൂല എന്നുള്ളതിന് വ്യക്തമായ തെളിവാണ് ഞാൻ. കാരണം ഞാൻ ചോദിച്ചത് അറിവില്ലാത്ത ഒരാളോടാണ്. ഇപ്പൊ നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? എന്ത് ബിസിനസിനെ കുറിച്ച്, എന്തൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ അറിയണമെങ്കിൽ, ആ ഒരു മേഖല നമ്മൾ ചെയ്യണമെങ്കിൽ അത് മുമ്പ് ചെയ്ത ആളോടായിരിക്കണം. അപ്പം ഈ ഇതിൽ പല മേഖല ജോലി ചെയ്യുന്ന ആളുണ്ട്. ഷോപ്പാനി ഒരു ടീച്ചേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും. അവര് നാളെ എടുക്കേണ്ട, അല്ലെങ്കിൽ നാളത്തെ ദിവസം, അടുത്ത ദിവസം ഒരു എടുക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ച് അവർക്ക് സംശയം ഉണ്ടെങ്കിൽ അവരൊരിക്കലും ആരോട് ചോദിക്കൂല? വീട്ടിലുള്ള ഭാര്യനോടോ ഭർത്താവിനോടോ അച്ഛനോടോ അമ്മനോടോ ആരോടും ചോദിക്കൂല. അവർ ചോദിക്കാരോടായിരിക്കും? ഈ മേഖല കഴിഞ്ഞ ദിവസം, അല്ലെങ്കിൽ നമ്മളെക്കാണ് കഴിവുള്ള ടീച്ചറോടാണ് അവർ ചോദിക്കുന്നത്. ആ അധ്യാപകൻ അതിനെ സംശയം തീർക്കാൻ പറ്റിയ മറ്റൊരു അധ്യാപകനോടോ പ്രധാന അധ്യാപകനോടോ ആണ് സംശയം തീർക്കുന്നത്. ഏത് മേഖലയും മതപരമായിട്ട് എടുത്ത് പരിശോധിച്ചാൽ ഒരു വിഷയത്തെക്കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ അതിനേക്കാണ് കഴിവുള്ള അവർ അധ്യാപകരോടോ, അല്ലെങ്കിൽ അവർ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും പുസ്തകങ്ങളോടോ കിതാബുകളോടാണ് അവർ എന്ത് ചെയ്യുന്നത്? സംശയം ചോദിക്കുന്നത്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഡയറക്ട് സെല്ലിംഗ് പഠിച്ച ഒരാൾ ആദ്യം ചോദിക്കുക ആരോടാ? ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെങ്കിൽ വെറുതെ അവനോട് ചോദിക്കുക എങ്ങനെയുണ്ട്, അപ്പം പറയും മോനെ പെടണ്ടട്ടോ, കുടുങ്ങുട്ടോ, പൈസ കൂട്ടോ, അല്ലേ? ഇതേപോലെ നമ്മൾ ചോദിക്കുന്ന മറ്റൊരാളോട്, ഇതിനെക്കുറിച്ച് അറിയാത്ത ഒരാളോട് അഭിപ്രായം ചോദിക്കുന്നതോട് കൂടി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കരിഞ്ഞു പോകും. കാരണം എന്താ? ഈ ഡയറക്ട് സെല്ലിംഗ് വ്യവസായത്തെക്കുറിച്ച് വിജയിച്ച ആളോട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? സംശയങ്ങൾ ചോദിക്കാൻ പാടുള്ളൂ. ഞാൻ ആദ്യം ചോദിച്ചത് ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്തൊരു വ്യക്തിയോടാണ് ആദ്യം അഭിപ്രായം ചോദിച്ചത്. ആ ആള് പറഞ്ഞു ഇതൊരിക്കലും ശരിയാവില്ല. കാരണം എന്താന്ന് ചോദിച്ച പോലെ അറിയാണ്, നമുക്ക് ഒരാൾക്ക് ഒരു മാസത്തേക്ക് ഒരു പേഷ്യൻ സോപ്പ് മതി. ഇങ്ങനെ നിങ്ങൾ 100 ആൾക്ക് കൊടുക്കുകയാണെങ്കിൽ 100 പേഷ്യൻ സോപ്പും ചിലവാകും. അങ്ങനെ ചിലവാകുന്ന സമയത്ത് ലാഭം കണക്ക് കൂട്ടിയാൽ MRP വെച്ച് വിൽക്കുകയാണെങ്കിൽ പോലും, MRP പ്രോഫിറ്റ് എടുത്തിട്ട് വിൽക്കുകയാണെങ്കിൽ പോലും ഏകദേശം 100 പേസ്റ്റ് വിറ്റാൽ നമുക്ക് എത്ര കിട്ടും? 50 റുപ്യ ലാഭം കിട്ടുകയാണെങ്കിൽ 5000 റുപ്യ കിട്ടാൻ പോകുന്നുള്ളൂ. ആ സമയത്ത് ഞാൻ മനസ്സിലാക്കി ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് എത്തായിട്ടാണ് നമ്മൾ പുതിയ പരിപാടിയെ കുറിച്ച് ആലോചിക്കുന്നത്. അവിടെ വീണ്ടും ഇത് പ്രയാസമുള്ള അവസ്ഥ, അല്ലെ ലാഭം കിട്ടാത്ത മേഖലയിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്ത് ഗുണം? അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്തത്? ആ ഒരു ആദ്യത്തെ എൻ്റെ ഒരു വർഷം നഷ്ടപ്പെട്ട്, ആ ആദ്യത്തെ ഒരു വർഷം നഷ്ടപ്പെട്ടു. ആ സമയം മെയിൻ ചെയ്യാവുന്ന സമയത്ത് വീണ്ടും ഉമ്രസാന്റെ വീട്ടിൽ പോയ സമയത്താണ് എന്നോട് പറഞ്ഞത് ID കട്ടാവുന്നതിന്റെ ഒരാഴ്ച മുമ്പ്. ഞാൻ നേരത്തെ പറഞ്ഞു, ആ ID ഞാൻ കട്ടാവുന്നതിന് ഒരാഴ്ച മുമ്പ് വീട്ടിൽ പോയ സമയത്ത് വീണ്ടും എനിക്ക് യൂറിക് ആസിഡിലെ പ്രോഡക്റ്റും എൻ്റെ വൈഫ് എന്ത് ചെയ്തു, ഗ്യാസിന്റെ പ്രശ്നമുണ്ട്, അവർക്ക് ഗ്യാസിലെ പ്രോഡക്റ്റും വാങ്ങി. അപ്പൊ എൻ്റെ വൈഫ് വെറുതെ അമ്മോർസാട് പറഞ്ഞു, എൻ്റെ ഗ്യാസിന്റെ പ്രശ്നവും എൻ്റെ യൂറിക് ആസിഡ് മാറിയാൽ നമുക്ക് നോക്കാം, ഞങ്ങൾ ഇറങ്ങും എന്ന് പറഞ്ഞു. വെറുതെ പറഞ്ഞു. എന്തുകൊണ്ട്? അവിടുന്ന് വല്ലൊന്ന് വാങ്ങി ഇങ്ങോട്ട് പോരണ്ടേ? അതിനു വേണ്ടി മാത്രം പറഞ്ഞതാണ് മുറസാൻ. പക്ഷെ എൻ്റെ യൂറിക് ആസിഡിന്റെ പ്രോബ്ലം ഏകദേശം ഒരു 9 ബോട്ടിൽ 3 മാസത്തോളം പ്രോഡക്റ്റ് കഴിച്ചു. അതിൻ്റെ അടുക്ക് 95. ആ പ്രോഡക്റ്റ് കഴിച്ച സമയത്ത് എൻ്റെ യൂറിക് ആസിഡിന് ഏകദേശം ഒരു വ്യത്യാസം വന്നു. അതേപോലെ വൈഫിന് ഗ്യാസിന്റെ പ്രശ്നത്തിനും റിസൾട്ട് കിട്ടി. അപ്പോൾ മുറസാവ് ഫോളോ അപ്പ്, പിന്നെ സ്വാഭാവികമാണല്ലോ ഫോളോ അപ്പ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഇതെന്താണ്, ഏതാണ്, ഇല്ല എന്നുള്ള ഓരോ സംഗതികൾ ഫോളോ അപ്പ് ഇങ്ങനെ ചോദിച്ചു വിളിച്ചുകൊണ്ട് നിൽക്കും. അങ്ങനെ ഈ ഉൽപ്പന്നം ഉപയോഗിച്ചു. എനിക്ക് കിട്ടിയ റിസൾട്ട്, അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? ഇതിനെക്കുറിച്ചു പഠിക്കും. സംഭവം ശരിക്കും പറഞ്ഞാൽ ട്രഡീഷണൽ ബിസിനസ് നടത്തുന്ന സമയത്ത്, കട നടത്തുന്ന സമയത്ത് ഒരുപാട് കടബാധ്യതയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഇതൊരാളോട് എന്ത് ചെയ്യാൻ പറ്റൂല? ഉൾക്കൊള്ളിക്കാൻ പറഞ്ഞു കൊടുത്താൽ ബോധ്യപ്പെടില്ല. കാരണം നമുക്കൊക്കെ ഒരു ധാരണ ഉണ്ട്, ട്രഡീഷണൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഇതിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കറിയാം നല്ല കച്ചവടം നടക്കുന്നുണ്ടാവും. പക്ഷെ അവിടെ ലാഭം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ആ ഷോപ്പ് നടത്തുന്ന ആക്കി അറിയും. ഏകദേശം 90% ട്രഡീഷണൽ ബിസിനസ് ചെയ്യുന്ന ആളുകളെയും അവസ്ഥ വളരെ പരിതാപകരത്തിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ മേഖലയും ഞാൻ ആരെടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഞാൻ ഒരുപാട് ആളുകളെ മനസ്സിലാക്കിയ സമയത്ത് എനിക്ക് കിട്ടിയ വിവരം ഇതേപോലെ. ഞാൻ ആ ഷോപ്പ് ഒഴിവാക്കിയ സമയത്ത് ഒരുപാട് ആളുകൾ എന്നെ പിന്നോട്ട് വലിച്ചെങ്കിലും കളിയാക്കിയെങ്കിലും, പക്ഷെ ഇപ്പൊ അവരൊക്കെ പറയാണ്
നീ ഷോപ്പ് ഒഴിവാക്കി വളരെ നന്നായി, കാരണം അത്രയും പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വർഷത്തിനനുസരിച്ച് ആ മേഖലയിൽ പ്രയാസ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ വീണ്ടും ഈ ഉൽപ്പന്നത്തിനെ കുറിച്ച് വീണ്ടും പഠിക്കാനും ഒരു ട്രെയിനിങ് കോഴിക്കോട് വെച്ച് നടന്ന ഒരു ബെൽനിസാരെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. മീൻസ് അന്ന് ഞാനൊരു ഓൺലി വെറും ഡിസ്ട്രിബ്യൂട്ടർ മാത്രമാണ്. ആ ഒരു ഡിസ്ട്രിബ്യൂട്ടർ മാത്രമുള്ള സമയത്താണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് കേൾക്കുന്നത്. ബെൽനിസാറ് കോഴിക്കോട് വെച്ചിട്ട് ഒരു വലിയ പ്രോഗ്രാം നടത്തി. അതിൽ ഞാൻ എൻ്റെ അടുത്ത് കാറുണ്ടെന്ന്, ഉമർസ്ഥാന് വണ്ടിയില്ല. അപ്പം ഉമർസ്ഥാൻ കോഴിക്കോട് ഒരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ പോരോ ഡ്രൈവറായിട്ട് എന്ന് ചോദിച്ചു. അങ്ങനെ മാത്രം പോയ ഒരാളാണ് ഞാൻ. കോഴിക്കോട്ടേക്ക് പോയി നമ്മൾ ശിക്ഷ സദൻ എന്ന് പറഞ്ഞ ഹോട്ടലിൽ വെച്ചിട്ട്, ആ ഒരു റെസ്റ്റോറൻറ്റ് ഇല്ലേ ചെറിയ, അതിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം. ബെൽനിസാറ് ലീഡേഴ്സ് ഒക്കെ ഉള്ളിലുണ്ട്. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും ഡിസ്ട്രിബ്യൂട്ടർ ആണ്. അന്ന് എനിക്ക് തോന്നുന്നത് DTC ആൻഡ് അബോ ലീഡേഴ്സ് മീറ്റ് എങ്ങാണ്ടാണ്. ഇപ്പൊ ഞാൻ വെറുതെ പുറത്തിരുന്ന സമയത്ത് എൻ്റെ അവിടെ അയ്യൂബ് സാറോ എന്നെ ഷായർ സാറോ എന്നറിയില്ല, എന്നോട് പറഞ്ഞു ഉള്ളോട് കയറിയിരുന്നോ വിഷയമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ബാക്കിൽ ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്ന സമയത്ത് ബെൽനിസാർ പറഞ്ഞ കുറേ കാര്യങ്ങൾ അന്ന് നമ്മളെ ഇവോൾവ് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു കുറച്ച് മുമ്പ് ഒരു 5-8 മാസം മുമ്പ് നടന്നൊരു മീറ്റിംഗ് ആണ്, ഇവോൾവിൻ്റെ കുറച്ച് മുമ്പായിട്ട് നടന്നത്. അതിനായിട്ട് ബന്ധപ്പെട്ട് പ്രൊമോഷൻ പ്രോഗ്രാമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് വേണ്ടിയാണ് വിളിച്ചിട്ടുള്ളത്. ഞാൻ വെറുതെ അതിന്റെ ബാക്കിൽ അവിടെ ഇരുന്നു. ആ സമയത്ത് കുറച്ച് കേട്ട ചെറിയ പോയിന്റുകളാണ് എനിക്കിത് കത്തിയത്. എന്താണെന്ന് മനസ്സിലായി. പക്ഷേ എനിക്കിതിനെക്കുറിച്ച് മനസ്സിലാക്കാനൊന്നും ഞാൻ ആദ്യം തയ്യാറായിട്ടില്ല. പക്ഷെ ആ ഒരു സംഭവത്തിൽ കിട്ടിയ ചെറിയ പോയിന്റുകളൊക്കെ മനസ്സിലാക്കിയ സമയത്ത് ഞാൻ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ പറഞ്ഞ സമയത്ത്, പറഞ്ഞു വെച്ച ആളോടൊക്കെ ഈ വിഷയം കുറിച്ച് പറഞ്ഞ സമയത്ത് അവരെന്ത് ചെയ്തു, ഇതിനെക്കുറിച്ച് ഒന്ന് ഇരുന്ന് പഠിക്കാൻ തയ്യാറായി. അതിന്റെ ശേഷമാണ് ഞാൻ ശരിക്കും പറഞ്ഞ ട്രെയിനിങ്ങുകൾ പോലും പങ്കെടുക്കുന്നത്. FSS അതേപോലെ പിന്നെ 1 ഡേ 2 ഡേ അങ്ങനെ ഒരുപാട് RTP പ്രോഗ്രാമുകളൊക്കെ വന്ന സമയത്ത് ഞാൻ പലതവണ അതിൽ നിന്നൊക്കെ മാറി നിന്നൊരു വ്യക്തിയാണ്. ഈ ഒരു RTP പങ്കെടുത്ത സമയത്ത് ആ ഒരു FSS RTP ഉണ്ടായിരുന്നു. അതുപോലെ ഫസ്റ്റ് വന്നത് ഇതാണ് 1 ഡേ ട്രെയിനിങ്. 1 ഡേ ട്രെയിനിങ് ഞാൻ പങ്കെടുത്ത സമയത്തും എന്നെ വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞു ഞാനില്ല എന്ന് പറഞ്ഞ് മാറിക്കുകയും പിന്നെ നിർബന്ധിച്ചതിന്റെ ഭാഗമായി ഞാൻ എന്ത് ചെയ്തു, വീണ്ടും പിന്നെ എൻ്റെ സ്വന്തം കാർ എടുത്ത് മലപ്പുറം പോയിട്ടാണ് 1 ഡേ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തത്. ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത സമയത്തും എനിക്ക് ഒരുപാട് മനസ്സിൽ നെഗറ്റീവുകളും മൈൻഡ് ബ്ലോക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ മറികടന്ന് ഞാൻ വീട്ടിൽ വന്ന് വീണ്ടും അതിനെക്കുറിച്ച് ആലോചിച്ചു. പിന്നെ അപ്പോഴൊക്കെ ഷോപ്പ് പ്രതിസന്ധി മുമ്പിലുണ്ട്. അന്നൊന്നും ഷോപ്പ് ഒഴിവാക്കിയിട്ടില്ല. പിന്നെ ഞാനൊരു 2 ഡേ RTP ഉണ്ട് വൈത്തിരി ഹോളിഡേയ്സ് റിസോർട്ടിൽ എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, 2 ഡേക്ക് പങ്കെടുത്തു. പക്ഷെ അന്നും എൻ്റെ ശരിക്ക് പറഞ്ഞാൽ കട നടത്തുന്ന സമയത്ത് കട അടച്ചിട്ട് പോരാൻ പ്രയാസമുള്ളത് കൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് 2 ഡേ RTP നടക്കുന്ന ഫസ്റ്റ് ദിവസത്തെ പക്ഷെ ഒരു ഉച്ചന്റെ ശേഷത്തോളാണ്, ഞാൻ ഉച്ച കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ RTPക്ക് എത്തുന്നത്. അതുവരെ എന്താന്ന് പറഞ്ഞാൽ എനിക്ക് ആവശ്യമുള്ള സംഭവമല്ല. പക്ഷെ അവിടെ എത്തിയ സമയത്ത് ഒരിക്കലും ഇതെനിക്ക് മുമ്പോട്ട് പൊരുത്തപ്പെട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു RTP ആണ്, പ്രോഗ്രാമാണ്. കാരണം എന്താ, അവിടെ നടന്നിട്ടുള്ള ഓരോ പരിപാടികളും എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഓരോ സെക്ഷനുകളായിരുന്നു അന്ന് നടന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഉച്ച ശേഷമാണ് എത്തിയത്. വൈകുന്നേരം വരെ അവിടെ നിന്നു. ഞാൻ ഉമ്രസ്ഥാനോട് ചോദിച്ചു, ഉമ്രസ്ത എനിക്ക് പോകണം, ഇവിടുന്ന് പോകാനുള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടോ ചോദിച്ചു. കാരണം അതൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല പരിപാടികളൊന്നും. അപ്പോൾ ശരിക്ക് ഞാൻ കാറായിട്ടാണ് അന്നും പോയത്, പ്രോഗ്രാമിന് പോയത്. ഇവരെ കൂടെ പോയിട്ടില്ല. കാരണം എന്താ, എൻ്റെ മനസ്സ് സമ്മതിക്കാത്തതുകൊണ്ട് പോയിട്ടില്ല. കാർ എടുത്ത് പോയി. ഇപ്പൊ രാത്രിയായപ്പോൾ എന്നോട് ഉമർസാൻ ഇപ്പൊ ഇവിടുന്ന് പോകാൻ പറ്റൂല, ഇവിടുന്ന് ആന ഇറങ്ങുന്ന സ്ഥലമാണ്, നമ്മൾ ഇങ്ങോട്ട് വന്ന കാട് നിങ്ങൾ കണ്ടില്ലേ, ഇതിലെ പോകാൻ പറ്റില്ല, കൊണ്ട് പോവരുത്. ഉമർസായി ശരിക്കും പറഞ്ഞാൽ ഉറങ്ങിയിട്ടില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. കാരണം എന്താ, ഞാൻ രാത്രി എടുത്ത് വിട്ടാളോ എന്നൊരു പേടി ഉണ്ടായിരുന്നു കക്ഷിക്ക്. പക്ഷെ ഞാൻ രാവിലെ വരെ നിന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഒന്ന് രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തു. ശേഷം ബെൽനിസാറ ഒരു സെക്ഷൻ 2 ഡേ RTPയിൽ ബെൽനിസാറ ആ ഒരു സെക്ഷൻ കേട്ട സമയത്ത്, അന്ന് ആ ബെൽനിസാറ സെഷൻ കേട്ടതിന് ശേഷം എനിക്ക് എന്ത് ചെയ്തു, ആ തലേന്നത്തെ ദിവസത്തെ എല്ലാ മൈൻഡ് ബ്ലോക്കുകളും മാറി. രണ്ടാമത്തെ സെഷൻ കേട്ട സമയത്ത് ശരിക്ക് കുടുംബം ആരാണ്, ഉമ്മ ആരാണ്, ഉപ്പ ആരാണ് എന്നുള്ളൊരു അറിവ് എനിക്ക് അവിടെ നിന്ന് കിട്ടി. പക്ഷെ ആ ഒരു അറിവ് ഇവിടെ വന്നു നോക്കുന്നതോടുകൂടി എന്ത് ചെയ്തു, എനിക്ക് ഒരുപാട് കാലങ്ങൾ ബോധ്യപ്പെടാൻ പറ്റി. നമ്മൾ ഇതുവരെ കേട്ട ലോകവും അല്ല ഇതുവരെ കേട്ട പ്രശ്നങ്ങളും സംഘടനകളും മതങ്ങളും അവരെ ഈ സംസാര രീതികളൊന്നും അല്ല അവിടെ എന്ന് മനസ്സിലായി. ബെന്നിസാർ ആ ഒരു സെക്ഷനോട് കൂടി എനിക്ക് അതിന്റെ പ്രാധാന്യം മനസ്സിലായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഉമർസാനോട് പറഞ്ഞിരുന്നു പോരുമ്പോൾ തന്നെ, ഈ വന്ന ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് പൈസ തിരിച്ചു തരും എന്ന് പറഞ്ഞു. ഞാൻ ആ ഒരു പ്രതീക്ഷയിൽ മാത്രമാണ് പോയത്. 2 ദിവസം കട ഒഴിവാക്കി പോകുമ്പോൾ ഈ കൊടുക്കുന്ന പൈസ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല തിരിച്ചു തരുമെന്ന് പറഞ്ഞു. വെറുതെ പറഞ്ഞ കക്ഷി എന്നുള്ളത് എനിക്ക് പിന്നെ മനസ്സിലായി. പക്ഷെ അന്ന് ഉമർ ഉസ്താദാണ് എനിക്ക് തോന്നുന്നു ഒരു 1000 രൂപ ഉമർ ഉസ്താദ് അന്ന് കൊടുത്തത്. ഞാൻ പകുതിയെ കൊടുത്തിട്ടുള്ളൂ. കാരണം ഈ പകുതി തന്നാൽ മതി, അതെന്നെ ഇഷ്ടപ്പെട്ടില്ല, പകുതി എനിക്ക് തിരിച്ചും തരുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ പോയി കേട്ടു. ആ ഒരു 2 ഡേ RTP കേട്ട് അവിടെ നിന്ന് കിട്ടിയ അറിവുകളാണ് ശരിക്കും സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നും ഇപ്പോഴും പറയാറുണ്ട്,
എന്നിട്ട് ഇവിടെ RDP പോയ സമയത്ത് വൈത്തിരി ഹോളിഡേസ് റിസോർട്ടിന്റെ മുകളിലത്തെ ഹാളിൽ ലെഫ്റ്റ് സൈഡിൽ ബാക്ക് സൈഡിലെ പില്ലറായിരുന്നു ഞാൻ മറഞ്ഞു നിന്നത്, മാറി നിന്നത്, അവിടെ ചാരി നിന്നത്. ശരിക്കും പറഞ്ഞാൽ ഏകദേശം എന്നോട് പല ലീഡേഴ്സ് ഇരുന്നോളി സാറേ എന്ന് പറഞ്ഞിട്ട് എന്ത് ഇരുത്ത് എന്ത് സാർ, ഞാൻ ഇരുന്നിട്ട് പോലുമില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ പിറ്റേത്തെ പ്രോഗ്രാമോട് കൂടി ഈ ഒരു ബിസിനസിന്റെ സാധ്യതയും മൈലേഷ്യൽ മാർക്കറ്റിംഗ് ചെയ്താൽ എന്താവുന്നു, നാളുകളിൽ എവിടെ എത്താൻ പറ്റും എന്നുള്ളത് നമുക്ക് വ്യക്തമായി ആ ഒരു പ്രോഗ്രാം എന്ന് മനസ്സിലായി. ശേഷം ഞാൻ ബിസിനസ്സിലേക്ക് വന്നു. ആ ഒരു സമയത്ത് എൻ്റെ കൂടെ ഞാൻ തുടക്കത്തിൽ അവസരം പറഞ്ഞ കുറേ ആളുകളുണ്ട്. ഞാൻ എങ്ങനെയാണോ ഈ അവസരം പലരോടും പറഞ്ഞത്, അതേപോലെ ഞാൻ എങ്ങനെയാണ് ഈ അവസരം ഏറ്റെടുത്തത്, അതേപോലെ കുറച്ച് ആളുകളൊക്കെ ഏറ്റെടുത്തു. മാറി നിന്ന് മുങ്ങി നിന്ന് മങ്ങി നിന്ന് ഒരുപാട് ആളുകൾ. അവിടെ ഞാൻ എൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പലരും എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്തില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു എന്താ ചെയ്യാത്തതെന്ന്. പക്ഷെ അതെന്താ കാരണം എന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. ഒരു വർഷത്തിന് ശേഷം മനസ്സിലായി, ഞാൻ പറഞ്ഞ കാര്യമൊന്നും ആർക്കും മനസ്സിലായില്ല. എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത ആളുകൾക്ക്, എൻ്റെ കൂടെ വരാൻ ഉദ്ദേശിച്ച അല്ലെ ഞാൻ പറഞ്ഞ ആളുകൾക്ക് മനസ്സിലായിട്ടില്ല തുടക്കത്തിൽ. ഞാൻ 18 തവണയോളം ഒരു വ്യക്തിയോട് ഫോളോ അപ്പ് ചെയ്തിട്ടാണ് ആ ആള് ഇന്ന് ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ളത്. പക്ഷെ ആളിന്റെ STC ലീഡറാണ്. 18 തവണ ഈ ആളടുത്ത് പോയിട്ട് ഒരു പേസ്റ്റിനെ കുറിച്ച്, ഉൽപ്പന്നത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് 18ാമത്തെ തവണ ഞാൻ ചെന്ന സമയത്ത് ആൾ പറയാണ് എന്തായാലും ഒരു പേസ്റ്റ് ഇങ്ങി തന്നേക്ക് എന്ന് പറഞ്ഞ് പേസ്റ്റ് വാങ്ങിയ ആളാണ് എൻ്റെ ഒരു അസോസിയേറ്റ് STC ലീഡർ എന്നുള്ളത്. ഇത്രത്തോളം തവണ നമ്മളൊന്നും ചെയ്യുന്ന ഒരു സംഭവം എന്താ, ഒന്നോ രണ്ടോ തവണ പോവും, പറയും, നമ്മൾ എന്ത് ചെയ്യും, അതങ്ങ് വിട്ടേക്കും. ശരിക്കും നമ്മൾ ഫോളോ അപ്പ് ശക്തമായിട്ട് ഈ ബിസിനസ് ചെയ്താൽ മാത്രമേ നമ്മൾ കൂടെ എന്ത് ചെയ്യുള്ളൂ, ആള് വരുള്ളൂ. ഞാൻ അത്ര തവണ പറഞ്ഞു. നമ്മളിപ്പോൾ പലർക്കും ഉണ്ടൊരു സംഭവമാണ്, ഒന്നോ രണ്ടോ തവണ പറയും, അവനത് മെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മളതങ്ങ് വിട്ടേക്കും. നമ്മളത് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഒരാളെ കാല് പിടിക്കുന്നതിന് പരിധിയുണ്ട്. പക്ഷെ ഡയറക്റ്റ് സെല്ലിങ്ങിൽ നമ്മൾ എത്രത്തോളം ഒരാളെ കൂടെ നിന്ന് അവരെ കാല് പിടിക്കുന്നുണ്ടോ അത് ഗുണം ചെയ്യുന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അങ്ങനെ ഞാൻ ആളെ ഫോളോ അപ്പ് ചെയ്തു. ആള് ബിസിനസ്സിലേക്ക് വന്നു. പിന്നെ ആ ഇവോൾവ് എന്ന പ്രോഗ്രാം ആവുന്നതോടുകൂടി ഞാനും ആ വ്യക്തിയും, ഞാൻ അന്ന് ഡിസ്ട്രിബ്യൂട്ടർ റാങ്കിലാണ്. ഇവോൾവ് പ്രോഗ്രാം അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഡിസ്ട്രിബ്യൂട്ടർ റാങ്കിലാണ്. ആ ഡിസ്ട്രിബ്യൂട്ടർ റാങ്കിലുള്ള ഞാൻ ഇവോൾവ് ഏകദേശം ഒരു 6 മാസം മുമ്പ് ഇവോൾവ് വരുന്നതോടുകൂടി ഞാനൊരു 3 പെർഫോമൻസ് വരികയും, അന്ന് ഡിസ്ട്രിബ്യൂട്ടർ റാങ്കിൽ പെർഫോമൻസ് ഉള്ള സമയമാണ്, പെർഫോമൻസ് വരികയും ആ ഇവോൾവ് എന്ന പ്രോഗ്രാം റാങ്ക് ലിസ്റ്റ് വന്ന സമയത്ത് ഡിസ്ട്രിബ്യൂട്ടർ റാങ്കിൽ ഞാൻ 6ാം സ്ഥാനത്തേക്ക് വരികയും ചെയ്തു. കാരണം ഈ ബിസിനസ്സിലെ സാധ്യത ഓൾ ഓവർ ഇന്ത്യയിലാണ് മുബീൻ മുഹമ്മദ് സാർ ആ ഒരു പ്രോഗ്രാം വന്ന സമയത്ത് ശേഷം 6ാം സ്ഥാനത്തേക്ക് ഡിസ്ട്രിബ്യൂട്ടർ റാങ്കിലേക്ക് അന്ന് വരികയും ചെയ്തു. എൻ്റെ കൂടെ അന്ന് അസോസിയേറ്റിന് 3 പെർഫോമൻസ് പ്ലാൻ ചെയ്യിക്കാൻ പറ്റി അന്നത്തെ സമയത്ത്. അന്ന് നമ്മളെ ടോപ്പേഴ്സ് എന്നൊരു പ്രോഗ്രാം തൃശ്ശൂർ വെച്ച് അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇടവിട്ട മാസങ്ങളിലൊക്കെ. അപ്പോൾ ആ ഒരു പ്രോഗ്രാമിലേക്കൊക്കെ പലതവണ ഹാഫ് പെർഫോമൻസ് ആയിട്ടൊക്കെ പോകാൻ വേണ്ടി പറ്റി, ഫുൾ പെർഫോമൻസ് പോകാൻ പറ്റി. അങ്ങനെ 3 തവണ പെർഫോമൻസ് അടിച്ചു. ഏകദേശം ഇവോൾവ് ആവുന്നതോട് കൂടി ശേഷം DTC ടച്ചിങ്ങിലേക്ക് എൻ്റെ റാങ്ക് മാറി. DTC ടച്ചിങ്ങിലേക്ക് എന്ത് ചെയ്തു, ആ സംഭവം മാറാൻ വേണ്ടി പറ്റി 6 മാസത്തോണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ ബിസിനസ് ശക്തമായി എടുക്കുകയും ഈ ഷോപ്പ് പിന്നെ എന്ത് ചെയ്യാണ് 2022 കൂടി ഞാൻ വർഷങ്ങളായി നടത്തിയ, അതായത് എൻ്റെ വിജയത്തിന് ആധാരമായിട്ടുള്ള ഒരു സംഭവം ഡയറക്റ്റ് സെല്ലിങ്ങിൽ, സോറി, ട്രഡീഷണൽ ബിസിനസ് ഈ ഷോപ്പാണ് എന്ന് മനസ്സിലാക്കി. അതായത് എൻ്റെ ഒരു ധാരണ ഉണ്ട്, എനിക്ക് രക്ഷപ്പെടാൻ ഇത് മാത്രമേ ഉള്ളൂ എന്ന്. കാരണം എന്താ, ഏതൊരു മേഖലയിൽ അങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ ഒരു ഗവൺമെന്റ് ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ മനസ്സിൽ 90% ആളെ മനസ്സിൽ എന്തായിരിക്കും, ഇതിന്റെ ഏറ്റവും വലിയ സംഭവം അതാണ്, ഇതിനേക്കാൾ വലിയ സംഭവം ഇല്ല എന്നൊരു ധാരണ പലർക്കും ഉണ്ടാകാം. ഇതേപോലെ ഷോപ്പ് നടത്തിയപ്പോൾ ഞാനും മനസ്സിലാക്കി എന്താ, എനിക്ക് രക്ഷപ്പെടാനുള്ള ഒരൊറ്റ മേഖല ഇത് മാത്രമാണ്, ഇനി മറ്റൊന്നില്ല എന്ന് മനസ്സിലാക്കിയ ആളാണ് ഞാൻ. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, പല ചിന്താഗതികൾ എൻ്റെ മനസ്സിൽ വന്നെങ്കിലും ഷോപ്പാണ് എനിക്ക് ഏറ്റവും വലുത് മനസ്സിലാക്കി പലതവണ നിന്നിട്ടുണ്ടെങ്കിലും പിന്നെയാണ് ഷോപ്പ് പ്രതിസന്ധി വന്നു, കടബാധ്യത വന്നു, ഷോപ്പ് ഒഴിവാക്കി. 2022 കൂടി ഷോപ്പ് ഒഴിവാക്കി ഫുൾ ടൈമറായിട്ട് ഈ ബിസിനസ് ഏറ്റെടുത്തു. അങ്ങനെയാണ് നമ്മുടെ ഒരു അനീസാറെ നേതൃത്വത്തിൽ ഒരു ട്രെയിനിങ് നടന്നിരുന്നു എറണാകുളത്ത്. ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാം എറണാകുളത്ത് നടന്ന സമയത്ത് അന്ന് അനീസാർ അവിടുന്ന് പ്രഖ്യാപിച്ചിരുന്നു, അതിൻ്റെ അടുത്ത ഒരു 3 മാസം കണ്ടിന്യൂ ആയിട്ട് പെർഫോമൻസ് നേടുന്ന ആളുകൾക്ക് 10,000 രൂപ ക്യാഷ് അവാർഡ് അനീസാർ ഡയറക്റ്റ് തരും എന്ന് പറഞ്ഞിരുന്നു. അഭ്യുദയ് എന്നൊരു ട്രെയിനിങ് പ്രോഗ്രാം, എനിക്ക് തോന്നുന്നത് കരീം സാറൊക്കെ പങ്കെടുത്തിട്ടുണ്ടോന്ന് അറിയില്ല അന്ന് അഭ്യുദയയിൽ. അങ്ങനെ ഒരുപാട് ലീഡേഴ്സ് യെസ് യെസ്. ഉണ്ടായിരുന്നില്ലേ. ആ ഒരു സമയം അഭ്യുദയ പ്രോഗ്രാമിൽ വെച്ചിട്ട് അവിടുന്ന് പറഞ്ഞിരുന്നു, കണ്ടിന്യൂ പെർഫോമൻസ് ചെയ്യുന്ന ആളുകൾക്ക് 10,000 രൂപ ക്യാഷ് പ്രൈസ് പറഞ്ഞിരുന്നു. അത് അനീസാർ ഡയറക്റ്റ് ക്യാഷ് ആയിട്ട് കൊടുക്കുന്ന സാധനമാണെന്ന് പറഞ്ഞു, കമ്പനി ഒന്നല്ല. അതിൽ വിൻ ചെയ്ത് ടീം സക്സസിന് വിൻ ചെയ്ത ഒന്ന് ഉമർ ഉസ്താദും ഒന്ന് ഞാനുമാണ്. ആ 10,000 രൂപ ക്യാഷ് അവാർഡ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി, അവിടുന്ന് വാങ്ങിയെടുക്കാൻ പറ്റി. ശേഷം നമ്മൾ അനീസാറെ ഒരു പ്രോഗ്രാം, അനീസാർ അനൂപ് സാർ ഒരു വലിയ ട്രെയിനിങ് പ്രോഗ്രാം നമ്മളെ എറണാകുളത്ത് തന്നെ വെച്ചിട്ട് നടന്നിരുന്നു.
ആ ഒരു പ്രോഗ്രാമിലും അതേപോലെ എനിക്ക് റാങ്ക് ലിസ്റ്റിൽ വരാൻ പറ്റി. ശേഷം ഇപ്പം നെക്സസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടന്നു കുറച്ചൊരു 6 മാസം മുമ്പ്. ആ സമയത്തും RTC റാങ്കിലും ഞാൻ എന്തുണ്ട്, ഒരു 5-ാം സ്ഥാനത്ത് RTC റാങ്കിലും റാങ്ക് ലിസ്റ്റിൽ വരാൻ വേണ്ടി സാധിച്ചു. ഇവിടെ ഈ ഒരു അവസരം മുമ്പ് ഏറ്റെടുത്ത സമയത്ത് ഞാനിത് വിജയിക്കണം അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒന്നും ആവുന്നു വന്ന ആളെയല്ല. പക്ഷെ ഇന്ന് ഞാൻ പറയാണ്, ഈ സംഭവം ആത്മാർത്ഥമായിട്ട് ഏറ്റെടുത്താൽ നാളുകളിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ അവസരമാണ്. ഇവിടെ ഞാൻ എത്രേ ചെയ്തിട്ടുള്ളൂ, എന്നോട് എൻ്റെ ലീഡേഴ്സ് പറയുന്ന കാര്യം എനിക്ക് ആവും വിധം ഞാൻ അത് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ നമ്മൾ പല ആളുകളെയും പ്രശ്നം എന്താ, നമ്മൾ ചെയ്യുന്ന പ്രശ്നം, നമ്മളെ പ്രശ്നങ്ങൾ എന്താന്ന് പറഞ്ഞാൽ ലീഡർക്കൊന്നും കിട്ടാൻ പാടില്ല, ലീഡേഴ്സിനൊന്നും കിട്ടാൻ പാടില്ല, നമുക്ക് കിട്ടണം. ഒരിക്കലും ഈ ബിസിനസ് കൂടെ നടക്കാൻ പോകുന്നില്ല. നമ്മൾ നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ ലീഡേഴ്സ് നമ്മളോട് പ്രവർത്തിക്കുന്ന ചിലപ്പോൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്ന നമ്മളെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. ഞാൻ ചെയ്തത് എൻ്റെ ലീഡർ പറയുന്ന കാര്യം, ലീഡേഴ്സിനെ ബഹുമാനിച്ച്, ലീഡേഴ്സിനെ ആദരിച്ച്, ലീഡേഴ്സിന് കൊടുക്കേണ്ട ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. നാളുകളിൽ കോടികൾ വരുമാനം കിട്ടാമെന്നൊരു ഇൻഡസ്ട്രിൻ്റെ ഒരു ഐഡിയ ആണ് നമുക്ക് ആര് തന്നത്? ഒരു പരിചയമില്ലാത്ത അല്ലെങ്കിൽ ഒരാവശ്യമില്ലാത്ത ലീഡേഴ്സ് നമുക്ക് തന്നത്. ഇവിടെ നമുക്ക് എന്താണ് നമ്മൾ അവരോട് ബഹുമാനം കൊണ്ടിരിക്കുന്ന എന്താ പ്രശ്നം? ഈ ഐഡിയയുടെ വാല്യൂ നമുക്ക് മനസ്സിലായിട്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവരെ ആത്മാർത്ഥത്തോട് കൊണ്ടെടുക്കണ്ടേ? ഞാൻ ചെയ്തത് എന്താ, എൻ്റെ ലീഡേഴ്സ് പറയുന്നത് ആവും വിധം, മീൻസ് 100% ഒന്നും നമ്മൾ അപ്ലൈ ലീഡേഴ്സ് പറയുന്ന എല്ലാ കാര്യവും ഒരാൾക്കും ഇത് എന്ത് ചെയ്യാൻ പറ്റിക്കോളണമെന്നില്ല. അത് അതേപോലെ ചെയ്യാൻ പറ്റിക്കോണം അതിൽ നിർബന്ധമില്ല. പക്ഷെ ഞാൻ എനിക്ക് എന്നാൽ കഴിയുന്ന, എനിക്ക് ആവും വിധം ഞാൻ എന്ത് ചെയ്തു, അവർ പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം പഠിച്ച് അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ കാര്യങ്ങൾ എൻ്റെ കൂടെ വന്ന ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയത് കൊണ്ടാണ് എനിക്ക് ഇത്തരം ഒരുപാട് റാങ്കുകളിലേക്ക് വരാൻ വേണ്ടി പറ്റിയത്. അപ്പൊ അതേപോലെ ഒരുപാട് ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാനും ഏകദേശം ഒരു 60-ൽ മേലെ TCA പോലെ ലീഡേഴ്സ് എൻ്റെ ഓർഗനൈസേഷൻ 1-ലും 2-ലും ഉണ്ട്. ഞാനവിടെ പറഞ്ഞു, ഉമർ ഉസ്താദ് തുടക്കത്തിൽ ഐഡിയ അടിച്ചിട്ട ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ആ ഒരു ഐഡിയ ആണ് എനിക്ക് ഇന്ന് എന്ത് ചെയ്തു ഒരുപാട് ഗുണം ചെയ്തിട്ടുള്ളത്. ഇതേപോലെ നമ്മളൊക്കെ ഒരുപാട് ആളുകൾ ഐഡിയ ഉണ്ട്, പക്ഷേ ആ ഐഡിയകളൊക്കെ നമ്മൾ വളരെ ശക്തമായി, ഞാനിപ്പോൾ കഴിഞ്ഞ ഈ ഐഡിയ ലാസ്റ്റ് നമ്മൾ ഈ കഴിഞ്ഞ വർഷം കട്ട് ഓഫ് ആയ സമയത്ത് ശേഷം 40ഓളം ഐഡികൾ, 40-ൽ മേലെ ഐഡി ഞാൻ സ്വന്തം ക്യാഷ് കൊടുത്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട്, ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതേപോലെ കട്ടാവുന്ന സമയത്ത് കട്ടായി പോകേണ്ട ഒരു ഐഡിയ ആണ് എൻ്റെ ഈ ഐഡി, ഇപ്പം നിലക്കുന്ന ഈ RTC ഐഡി. പക്ഷെ അവിടെ എന്ത് ചെയ്തു, ദൈവനിയോഗം കൊണ്ട് പടച്ചോൻ എനിക്ക് കണക്കാക്കിയ ഒരു മേഖല ഇതായിരുന്നു. അങ്ങനെ ഈ ബിസിനസ് വീണ്ടും ഏറ്റെടുത്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ഒരുപാട് മാറ്റങ്ങൾ ബിസിനസ് കൂടെ ഉണ്ടാക്കാൻ പറ്റി. പക്ഷെ ഇവിടെ നമ്മൾ അച്ചീവ്മെന്റുകൾ കാണിക്കാൻ എന്തായിരിക്കും പ്രയാസം. കാരണം എന്താ, ഒരുപാട് പ്രശ്നമുള്ള സമയത്ത് ആണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒന്നും ഉണ്ടാക്കി അച്ചീവ്മെന്റ് കാണിക്കാൻ പറ്റൂല. കാരണം നമ്മൾക്ക് ഡയറക്റ്റ് സെല്ലിങ്ങിൽ ഈ ബിസിനസ്സിൽ വാക്കാലൊന്നുമില്ല, കാണിച്ചു കൊടുത്താൽ മാത്രമേ ആളുകൾ വിശ്വസിക്കുള്ളൂ. വേറെ എന്ത് ചെയ്താൽ മതി, പറഞ്ഞാൽ വിശ്വസിക്കും. പക്ഷേ ഡയറക്റ്റ് സെല്ലിങ്ങിലുള്ള നമ്മൾ അച്ചീവ്മെന്റ് കാണിച്ചു കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഓരോ ആളുകളും ചെയ്യേണ്ടത് ഓരോ സമയത്ത് ഓരോ പ്ലാനിങ്ങുകൾ, ഗോൾ സെറ്റിങ്ങുകളാണ് ചെയ്യേണ്ടത്. ഞാനും ഈ ഒരു ബിസിനസ്സിലേക്ക് വന്ന പല സമയത്ത് പല ട്രെയിനിങ് കേട്ട സമയത്തും എനിക്കൊരു ബ്രാൻഡ് ന്യൂ കാർ എടുക്കണം. ഞാൻ വർഷങ്ങളായി സ്വന്തമായി കാർ ഉപയോഗിച്ച ഒരാളാണ്. പക്ഷെ 2012 ഫസ്റ്റില് മാർച്ചിൽ പുതിയൊരു ബ്രാൻഡ് ന്യൂ സ്വിഫ്റ്റ് എടുത്തു. സ്വന്തം ട്രഡീഷണൽ ബിസിനസ്സുള്ള സമയത്ത് ഒരു സ്വിഫ്റ്റ് കാർ എടുത്തു. അത് 12 വർഷം മെയിൻറ്റെയിൻ ചെയ്ത ഒരാളാണ് ഞാൻ. സ്വന്തമായി കൊണ്ട് ഉപയോഗിച്ചാണ് 12 വർഷം. ശേഷം കൊറോണ പ്രതിസന്ധി വന്നു, നമ്മുടെ ബിസിനസ്സിലേക്ക് വന്നു, കടബാധ്യത വന്നു. ആ സമയത്ത് എൻ്റെ കാറ് വിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു. കാർ ഞാൻ എന്ത് ചെയ്തു, ഒരുപാട് പ്രശ്നങ്ങൾ വന്ന സമയത്ത് കാറ് വിറ്റ് ഒഴിവാക്കി. ആ സമയത്ത് ഞാൻ ഉമർസാട് പറഞ്ഞു, ഉമർസ ഞാൻ എൻ്റെ വണ്ടി കൊടുക്കുകയാണ്. ഇപ്പൊ ഉമർസ പറഞ്ഞു, കൊടുത്തോള്, എനിക്ക് കൊടുക്കി, നമ്മൾക്ക് ഒന്ന് വാങ്ങാം, ഈ ബിസിനസ് കൂടെ ഒന്ന് അടുത്ത ദിവസം എടുക്കണം എന്ന് പറഞ്ഞു." പക്ഷെ ഒരിക്കലും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, എനിക്ക് ആ ഒരു അച്ചീവ്മെന്റ് അതിൽ കൂടെ ഉണ്ടാക്കാൻ പറ്റുന്നൊന്നും ഞാൻ വിചാരിച്ച ആളെയല്ല. പക്ഷെ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അതായത് വർഷങ്ങളായിട്ട് ഈ ട്രഡീഷണൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കറിയാം, സിവില് പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യൂല, ഒരു രൂപന്റെ ലോണ് പോലും ഒരു കമ്പനിയും തരൂല. പക്ഷെ അവിടെ നിന്ന് എന്ത് ചെയ്തു, ഈ ഒരു ബിസിനസ് വന്നതിന് ശേഷം ഞാൻ നമ്മളെ സ്റ്റേറ്റ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് എന്ത് ചെയ്തു, ലോണ് എടുത്തിട്ട് പാസ്സായ സമയത്ത് ഈ ഒരു ബിസിനസ്സിൽ വന്നതിന് ശേഷം ഒരു പുതിയൊരു 4 വീലറിലേക്ക് മാറാൻ ഏകദേശം ഒരു 5 മാസമായിട്ടേ ഉള്ളൂ. ഈ ഒരു 4 വീലറിലേക്ക് മാറാൻ എനിക്ക് സാധിച്ചു. ഈ 4 വീലർ ഞാൻ എടുത്തത് പലതവണ പല പ്രതിസന്ധികളുണ്ട് കേട്ടോ. നമ്മൾ കളിയാക്കിയവരും നമ്മളെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ അറിയുന്ന, സാമ്പത്തികമായി വിഷയമുള്ള സമയമാണെന്ന് അറിയുന്നുണ്ട്. എല്ലാ ആളുകളും നമ്മളെ പിന്നോട്ടേക്ക് വലിച്ച സമയം, കുടുംബം, പല ആളുകളും പിന്നോട്ടേക്ക് വലിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യാണ്, വീണ്ടും ഈ അവസരത്തെ കുറിച്ച് ഒന്നുകൂടെ ആത്മാർത്ഥമായി എടുത്തിട്ട് എന്തെങ്കിലും ആക്കി എടുക്കണം എന്നൊരു ആഗ്രഹം ഉള്ളിൽ വന്നു. എന്ത് ചെയ്തു, കഴിഞ്ഞ റമദാനിൽ ഏകദേശം ഒരു 17-ന്റെ ശേഷമാണ് ഞാൻ പുതിയൊരു വാഹനത്തിന് ബുക്ക് ചെയ്യുകയും
ആ വാഹനം എനിക്ക് എടുക്കാനും വേണ്ടി പറ്റിയത് ഇത് തന്നെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതലായിട്ട് എൻ്റെ ഉമ്മ ഇന്ന് എൻ്റെ കൂടെ അല്ല. ഏകദേശം ഒരു 4 മാസം 5 മാസം ആകുന്നേ ഉള്ളൂ ഈ ലോകത്തോട് കൂടെ പറഞ്ഞു. പക്ഷെ എൻ്റെ ഉമ്മ ഉള്ള സമയത്ത് ഈ ബിസിനസ്സിലേക്ക് വന്ന് ഉമ്മ ഉള്ള സമയത്ത് തന്നെ ഒരു പുതിയ കാർ എടുക്കാനും അതിൻ്റെ കീ എൻ്റെ ഉമ്മനെ കൊണ്ട് വാങ്ങിപ്പിക്കാനും പറ്റിയ ഒരു അവസരമാണ് ഈ ഒരു ബിസിനസ്. പക്ഷെ എൻ്റെ കുടുംബത്തിൽ പലരും കാർ എടുത്തിട്ടുണ്ട്. പലരും ഞാൻ തന്നെ ഈ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പ് ട്രഡീഷണൽ ബിസിനസ് ഉള്ള സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കാർ എടുത്തിട്ട്. പക്ഷെ അവിടെ ഒന്നും എനിക്ക് ഈ ഒരു ചിന്ത തോന്നിയിട്ടില്ല. പക്ഷെ ഈ ചിന്തയിലേക്ക് എന്നെ വളർത്തിയത് ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു നമ്മളെ FSS, സോറി, ടുഡേ RTPയിൽ വന്നൊരു സെക്ഷനിൽ കൂടെയാണ് എനിക്ക് ആ ഒരു അവസരം, ആ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നത്. അതുവരെയും കഴിഞ്ഞ ഈ ഒരു ഏപ്രിൽ മാസം ഞാൻ പുതിയൊരു കാർ എടുക്കുകയും ചെയ്തു. ആ ഒരു അച്ചീവ്മെന്റും കൂടി ഈ ബിസിനസ് കൂടെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയത് ഈ ഇതിലേക്ക് വന്നിട്ടാണ്. പക്ഷേ എൻ്റെ പഴയ മൈൻഡിലെ പഴയ ആ ഒരു ട്രഡീഷണൽ ബിസിനസ്സിലാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല. ഒരിക്കലും ഇത്തരം ഒരു മാറ്റമല്ല, ഇത്തരം ഒരു അച്ചീവ്മെന്റ് എനിക്ക് കാണിക്കാനോ എടുക്കാനോ പറ്റൂല. പക്ഷെ അവിടെയൊക്കെ എനിക്കുണ്ടായ എന്താ, എൻ്റെ കൂടെ വന്ന ആളുകളോട് അവർക്ക് വേണ്ട അല്ലെങ്കിൽ അവർക്ക് എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുകയും എൻ്റെ ലീഡേഴ്സ് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം അതേപോലെ അംഗീകരിക്കാനും പറ്റിയത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു ബിസിനസ് കൂടെ ഇത്രയും അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റി. ഇന്ന് ഏകദേശം ഒരുപാട് ലീഡേഴ്സ് എൻ്റെ കൂടെ ബിസിനസ്സിൽ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഉൽപ്പന്നങ്ങൾ, ഒരുപാട് ഭയങ്കരമായ റിസൾട്ട് എൻ്റെ ടീമിൽ കൂടെ ഒരുപാട് ആളുകൾക്ക് വന്നിട്ടുണ്ട്. ഒരു പ്രതിസന്ധി പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ കൂടെ നിൽക്കുക, നമ്മൾ ചെയ്യണ കാര്യം കൂട്ടിപ്പിടിക്കുക എന്നുള്ളതാണ്. പക്ഷെ അവിടെ എന്താന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്യണം, കൂട്ടിപ്പിടിക്കണമെങ്കിൽ അവരും കൂടെ കൂടെ നിൽക്കണം കേട്ടോ. വേണ്ടേ? ഇപ്പൊ തള്ളക്കോയി എന്ത് ചെയ്യുന്നുണ്ട് അല്ലെ, കുഞ്ഞുങ്ങളെ കൂട്ടി വിളിക്കുന്ന സമയത്ത് ആ കുഞ്ഞുങ്ങൾ ഈ ചെറുകിന്റെ ചോട്ടക്ക് വന്നാലല്ലേ കൂട്ടിപ്പിടിക്കാൻ കഴിയുള്ളൂ. അവര് ഞാൻ വരൂല എന്ന് പറഞ്ഞാൽ മാറി നിന്ന് അങ്ങനെ കൂട്ടിപ്പിടിക്കാൻ പറ്റുമോ? കാരണം പത്ത് പത്ത് കൂടെ 10 ആള് നമ്മളെ കൂടെ ഉണ്ട്. 10 പേരെ നമ്മൾ വിളിക്കുന്ന സമയത്ത് ഒന്നിച്ച് നിന്നാൽ അതെ നമ്മൾ അടുത്തേക്ക് വന്നാലല്ലേ കൂട്ടി പിടിക്കാൻ പറ്റുള്ളൂ. അവരെന്ത് ചെയ്യും? ഇപ്പൊ പല ആളുകൾക്കും മൈൻഡ് ബ്ലോക്ക് കൊണ്ട്, ഈഗോ കൊണ്ട്, ഈഗോ യുഗോ ആണ് അല്ലേ. പല ആളുകളും നമ്മൾ പണ്ട് കണ്ട, ഞാൻ ഈ ബിസിനസ്സിൽ കണ്ട പല ആളുകളും പല റാങ്കിൽ വന്ന, പല എന്നേക്കാണൊക്കെ RTC STCയിലൊക്കെ മേലെ വന്ന പല റാങ്കിൽ വന്ന ആളുകൾ എന്ത് ബിസിനസ്സിലില്ല. കാരണം എന്താ? അവരുള്ളിലിരിപ്പ് ശരിയില്ല, ചിന്താഗതി ശരിയില്ലാത്തത് കൊണ്ട് മാത്രമാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഒരാൾക്ക് സറണ്ടർ ചെയ്ത് ഒരാൾക്ക് പറയുന്നത് കേട്ട് അതേപോലെ ചെയ്യാൻ തീരുമാനിച്ചാൽ, അതേപോലെ നിന്ന് കൊടുക്കാൻ തീരുമാനിച്ചാൽ വിജയിക്കുന്ന ഇൻഡസ്ട്രിയാണ് ഈ ഒരു ബിസിനസ്. അപ്പൊ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല, ഒന്ന് രണ്ട് ഒറ്റ കാര്യങ്ങൾ പറയാൻ അവസാനിപ്പിക്കും. ഈ ബിസിനസ് ഒരു ട്രെയിനാണ് അല്ലേ. ഈ ട്രെയിൻ യാത്ര നമുക്കറിയാം. കോഴിക്കോട് ട്രെയിൻ ടിക്കറ്റ് എടുത്തു, തിരുവനന്തപുരത്തേക്കുള്ള യാത്രയാണ്. പല ആളുകൾ എന്ത് ചെയ്യും, ട്രെയിന് പല സമയങ്ങളിലും പിടിച്ചിടും അല്ലേ. നമ്മൾ ടിക്കറ്റ് എടുത്ത് നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മുടെ ലക്ഷ്യം എന്താ? ജീവിതത്തിൽ വിജയിക്കണം, എനിക്ക് മുമ്പോട്ട് വിജയിക്കാൻ, എൻ്റെ കുടുംബം പോറ്റാൻ, എൻ്റെ നാളുകളിൽ എൻ്റെ മക്കളെ അല്ലെങ്കിൽ എൻ്റെ ഫാമിലി നോമിനി ഫെസിലിറ്റിയോട് കൂടിയും എൻ്റെ കുടുംബത്തിന് പാസീവ് ഇൻകം കിട്ടാൻ പറ്റിയിട്ടുള്ള ഒരു അവസരമാണ് ഈ ബിസിനസ് എന്നുള്ള ആ ഒരു ചിന്തയോട് കൂടി നമ്മൾ ടിക്കറ്റ് എടുത്താണ് എങ്ങോട്ടേക്ക്. ഞാൻ 2020 അന്നൊന്നും ചിന്തല്ല, ഞാൻ വെറുതെ ടിക്കറ്റ് പറഞ്ഞു, വെറുതെ ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ കയറിയ ആളാണ് ഞാൻ അന്ന്. പക്ഷേ ഇപ്പം എൻ്റെ ചിന്തകളൊക്കെ മാറി, എൻ്റെ കുടുംബം പോറ്റാനുള്ള ഒരു അവസരമാണെന്ന് മനസ്സിലായി ട്രെയിൻ കയറി. ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ട്രെയിൻ ഇങ്ങനെ കുറച്ചെത്തിയ സമയത്ത് ട്രെയിൻ പിടിച്ചിട്ടു. ആ പിടിച്ചിട്ട സമയത്താണ് എന്ത്, ആദ്യത്തെ നമ്മളെ ഇത് നിൽക്കണോ പോണോ, ഇത് ശരിയാവോ ശരിയാവൂലേ, ഇത് നമ്മളെ കൂടെ അന്നേരമൊന്നും കേൾക്കുന്നില്ല, എല്ലാവരും കുറ്റം പറയുന്നു, കളിയാക്കുന്നു. അപ്പൊ നമ്മൾ ഫോൺ എടുക്കാതെ വെക്കും അല്ലേ. അങ്ങനെ ട്രെയിൻ വീണ്ടും ഇങ്ങനെ നിന്ന സമയത്ത് നമ്മളൊന്ന് തല പുറത്തൊക്കെ ഇട്ട് നോക്കിയപ്പോൾ അവിടെ നല്ല കാഴ്ച ഉണ്ട്. ട്രെയിനിൽ ഭയങ്കര കഷ്ടപ്പാടാണ്, ചൂടാണ്, പുകയാണ്. ഡയറക്റ്റ് അല്ലെങ്കിൽ മീറ്റിങ്ങിന് പോകണം അല്ലേ, FSSന് പോകണം, പൈസ മുടക്കണം. കിട്ടുന്ന പൈസ അല്പം 1000 500 1000 കിട്ടുന്ന പൈസയിൽ നിന്നും അതിനേക്കാണ് ക്യാഷ് മുടക്കി ട്രെയിനിങ് പങ്കെടുക്കണം എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ആര് വരും? ഇബിലീസ് അല്ലേ, വേറൊരാൾ വരും. ഇത് ശരിയാവില്ല, ഇത് നമുക്ക് പറ്റിയ പരിപാടിയല്ല, പിന്നോട്ട് പോകണം പിന്നോട്ട് പോകണം എന്ന് പറയും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും നോക്കുന്ന സമയത്ത് പുറത്ത് നല്ല കാഴ്ച ഉണ്ട്. അങ്ങനെ കാഴ്ച കണ്ട് ഇറങ്ങിയ പലരും എന്ത് ചെയ്തു? അതിനെ പിന്നാലാട് പോയി. പക്ഷെ ട്രെയിന് വീണ്ടും മുമ്പോട്ടേക്ക് പോവാണ്. ഇവിടെ കൈയും തലയും പുറത്തിടരുത്. പല കാഴ്ചയും പുറത്ത് കാണും, പല ടീമിനെയും നമ്മൾ കാണും. നമുക്ക് തോന്നുന്നത് ആ ടീം കുഴപ്പമില്ലല്ലോ, മറ്റേ സാര ടീം അടിപൊളിയാണ്, അതുപോലെ ട്രെയിനിങ് ഭയങ്കര സംഭവമാണ്, ഇവിടെ ട്രെയിനിങ്ങും കാര്യങ്ങളൊന്നുമില്ല, അങ്ങോട്ട് പോയാലോ എന്ന് തോന്നും. അങ്ങനെ അങ്ങോട്ട് പോകുന്ന സമയത്ത് അങ്ങനെ ഒരാൾ നമ്മളെ വിളിക്കാനും ഉണ്ടാവും. പക്ഷെ അവിടേക്ക് നമ്മൾ പോകുന്നതോടുകൂടി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവസരം അവിടെ നഷ്ടപ്പെടുക. അപ്പൊ നമ്മൾ വീണ്ടും പല ആളുകൾ ഇറങ്ങിപ്പോവും, ചിലപ്പം പല റാങ്ക് കണ്ട ആളെ കാണൂല. അപ്പൊ നമ്മളെ മനസ്സിലേക്ക് വരികയാണ്, അയാൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുക? അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ബസ്സിൽ നമുക്ക് ഒന്നും ആവാൻ പറ്റൂല. അതുകൊണ്ട് നിങ്ങൾ ട്രെയിൻ യാത്രയിൽ നിങ്ങൾ എന്താണോ ചെയ്യാറ്, ചിലപ്പോൾ ഒരു 10 മിനിറ്റ് നിർത്തിയിലും ചിലപ്പോൾ ഒരു മിനിറ്റേ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് ചായ കുടിക്കാൻ ഇറങ്ങിയ ട്രെയിൻ നമ്മളെ കാത്തുക്കോ? ഒരിക്കലുമില്ല. ഈ ട്രെയിൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എവിടെ പിടിച്ചിട്ടാലും നമ്മൾ ആ പ്ലാറ്റ്ഫോം, നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാതെ
വളരെ ശക്തമായി ഒരേ ലക്ഷ്യത്തോടു കൂടി നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഏതൊരു അച്ചീവ്മെന്റും നേടിയെടുക്കാൻ പറ്റിയ ഇന്ത്യയിലെ നമ്പറാണ് അവസരമാണ് ഡയറക്ട് സെല്ലിംഗ് അല്ല മൈലേജ് മാർക്കറ്റിംഗ്. ഞാൻ പലരോടും പറഞ്ഞൊരു സംഭവമുണ്ട്. ലോകം എത്ര വളർന്നാലും നമ്മളെ ഉൽപ്പന്നങ്ങൾ ഒന്നുമില്ലെങ്കിൽ പേസ്റ്റും സോപ്പും ഹെയർ ഓയിലും ഷാമ്പും മാത്രം എടുത്ത് പരിശോധിക്കാം. ഈ ഉൽപ്പന്നം ലോകം എത്ര വളർന്നു കഴിഞ്ഞാലും നാളുകളിൽ പേസ്റ്റ് ഉപയോഗിക്കാത്ത ആരെങ്കിലും നമ്മുടെ നാട്ടിലുണ്ടോ? പലരും പറയുന്ന സംഭവമാണ് പേസ്റ്റ് ആർക്കും വേണ്ട, ഇതെന്താ എങ്ങനെ വെക്കും, ഇത് പലരും എടുത്താൽ പിന്നെ എങ്ങനെ എടുക്കും, പിന്നെ ആരെ എടുക്കാനുള്ളതെന്ന് ചോദ്യം. ഞാൻ ചോദിക്കുന്ന ചോദ്യം, ലോകം വളരുകയാണ്, എത്ര സാങ്കേതിക വിദ്യ ഒന്ന് ലോകം വളർന്നു കഴിഞ്ഞാലും പേസ്റ്റ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അല്ലെ പല്ല് തേക്കുന്ന ആൾക്ക് പേസ്റ്റ് വേണ്ടേ? വേണം. കുളിക്കുന്ന ആൾക്ക് സോപ്പ് വേണ്ടേ? രണ്ടും വേണം. പക്ഷെ ലോകത്ത് കയ്യിൽ ക്യാഷ് ഇല്ലാത്തത് കൊണ്ട്, പണം ഇല്ലാത്തത് കൊണ്ട് പല്ല് തേക്കാത്ത കുളിക്കാത്ത ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടോ? ഇല്ല. 95% ആളുകളും ദിവസം ഒരു തവണ എങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്? കുളിക്കുകയും പല്ലിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ഇവർ ഉപയോഗിക്കുന്ന പേസ്റ്റ് സോപ്പ് മാത്രം നമ്മൾ കണക്കിലെടുത്തിട്ട് അത് വെച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു ട്യൂബ് പേസ്റ്റിന്റെ ഒരു ട്യൂബ് ഉപയോഗിക്കുന്ന ഒരാൾ ഒരു മാസം തുടർച്ചയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ട്യൂബ് കാലിയാവില്ലേ? തീർച്ചയായിട്ടും. ആ ട്യൂബ് വീണ്ടും ഒരിക്കലും അടുത്ത 30-ാം തീയതി കൂടി ട്യൂബ് ഫില്ലായി നിറഞ്ഞു വരുന്നില്ല. അത് അവർ ഒഴിവാക്കുകയാണ്, പുതിയ വാങ്ങുകയാണ്. പക്ഷെ ഏതെങ്കിലും ഒരാൾ എൻ്റെ കയ്യിൽ പൈസ അല്ല അതുകൊണ്ട് നീ ഞാൻ പല്ല് തേക്കുന്നില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഈ ഇരിക്കുന്ന 67 ആളെ സുഹൃത്തിലോ ബന്ധത്തിലോ ഉണ്ടോ? ഇല്ല. പക്ഷെ ഈ ഇരിക്കുന്ന 67 ആള് 100-ൽ മേധ ബന്ധങ്ങളുണ്ട്. നിങ്ങൾ എത്ര പേർക്ക് നമ്മൾ ഉൽപ്പന്നം പരിചയപ്പെടുത്തിയിട്ടുണ്ട്? ഇല്ല. നിങ്ങൾ ഇത്രമാത്രമല്ല, നിങ്ങൾ തൊട്ടടുത്ത വീട്ടിൽ ഉപയോഗിക്കുന്ന ഉൽപ്പന്നം ഏതാണ്? ഇതെന്റെ കമ്പനീന്റെ ഞാൻ മാർക്കറ്റ് ചെയ്യുന്ന ബ്രാൻഡ് ആണോ? അല്ല. ശരിയല്ലേ? നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തൊട്ടടുത്ത വീടുകളിൽ ഉപയോഗിക്കുന്ന ഉൽപ്പന്നത്തിന്റെ ബ്രാൻഡ് മാറ്റാൻ വേണ്ടി മാത്രം തയ്യാറായാൽ മതി. അവരെ ശേഷം ബിസിനസ് അവസരം പറഞ്ഞു കൊടുക്കാലോ. ഇതേ രൂപത്തിൽ നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂലേ? ഉണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകത്ത് ഡ്രസ്സ് വാങ്ങുന്ന ഒരു ഡ്രസ്സിന്റെ ഷോപ്പാണ് ഞാൻ നടത്തുന്നതെങ്കിൽ, എനിക്ക് ഡ്രസ്സിന്റെ കടയാണെങ്കിൽ എൻ്റെ ഡ്രസ്സിന്റെ കടയിലേക്ക് ഡ്രസ്സ് അത്യാവശ്യമുള്ളവന് വരും. പക്ഷെ ഒരു തവണ അല്ലെ ഒരു പെരുന്നാളിന് അല്ലെ ഒരു ഓണത്തിന് എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല. ഈ തവണ എന്ത് ചെയ്യാം, നമ്മൾ കഴിഞ്ഞ മാസം അല്ലെ കഴിഞ്ഞ 2 മാസം മുമ്പ് കല്യാണത്തിനൊക്കെ എടുത്ത ഡ്രസ്സ് ഒന്ന് അയൺ ചെയ്ത് ഭംഗിയായി മടക്കി വെച്ച് അടുത്ത ഓണത്തിനോ വിഷുവിനോ പെരുന്നാൾക്കോ അത് ഉപയോഗിക്കാം. ഉപയോഗിച്ചൂടെ? ആ ദിവസം പല്ല് തേക്കാൻ പേസ്റ്റ് തീർന്നാലോ? തലേന്നത്ത് കിട്ടുമോ? ഇല്ല. അവൻ വാങ്ങി ഉപയോഗിക്കും. ഇവിടെ ഒറ്റ തവണ പേസ്റ്റ് കൊടുത്ത ആളുകൾക്ക് വീണ്ടും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ആവശ്യക്കാരായതുകൊണ്ടല്ലേ? ഇത് നമ്മൾ അടുത്ത ആളിലേക്ക് എത്തിച്ചോ? ഇല്ല. നമ്മൾ പറയാണ് രക്ഷപ്പെടുന്നില്ല, ഒന്നും നടക്കുന്നില്ല, ഒന്നും കിട്ടുന്നില്ല, ഒന്നും നടക്കുന്നില്ല, രക്ഷപ്പെടുന്നില്ല, കിട്ടുന്നില്ല. ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇരിക്കുന്ന ചെയറിന്റെ ചോടെ, നമ്മൾ ഇരിക്കുന്ന ചെയറിന്റെ താഴെയായിട്ട് കോടിക്കണക്കിന് ഖനികൾ വാരാനുള്ള മുതൽ അവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ അറിയോ? ഒരു റബ്ബർ കോട്ട് എടുത്ത് ഒരു പടന്നെടുത്തിട്ട് അപ്പുറങ്ങാൻ പോയിട്ട് മണൽ കോരിക്കോടുക്കുകയാണ്. അതായത് കോടികൾ വരുമാനം കിട്ടാൻ പറ്റിയ അവസരം ഇവിടെ ഉണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? 10ഓ 500ഓ 1000ഓ വരുമാനം കിട്ടുന്ന മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുകയാണ്. ഇവിടെ കോടികൾ വരുമാനം കിട്ടേണ്ട അവസരം ഇവിടെ ഉണ്ട്. അതിന് ഒരു രൂപ മുടക്കില്ലാതെ വാങ്ങാൻ പറ്റിയ അവസരമുണ്ട്. നമുക്ക് ഇപ്പോഴും ബോധം വന്നില്ല. നമ്മൾ ഇപ്പോഴും ചെയ്തുകൊടുക്കുന്നത് എന്താ? നമ്മൾ ഇരിക്കുന്ന ചെയറിന്റെ ഒട്ടിലുള്ള ആ ഒരു കോടികളെ വിലയുള്ള ഖനീന്റെ വില നമ്മൾ ഓർക്കാതെ മറ്റാർക്കോ വേണ്ടി, ഇവിടെ ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്ന ഒരാളോട് പറയാണ്, നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റാളുകൾക്ക് വേണ്ടി 24 മണിക്കൂർ വേണം മുതൽ സമയം അല്ലെങ്കിൽ സമയം ചെലവഴിക്കാൻ നമ്മൾ തയ്യാറാണ്. പക്ഷെ സ്വന്തമായി ഈ ഇത്ര വരുമാനം ഉണ്ടാക്കാൻ ഒരു അവസരത്തിന് വേണ്ടി ഒരു അരമണിക്കൂർ പോലും മാറ്റി വെക്കാൻ തയ്യാറല്ലാവാത്ത നമ്മൾ എങ്ങനെ ഈ ബിസിനസ് കൂടെ വിജയിക്കും? ഒരിക്കലും വിജയിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മളെ ബിസിനസ് ആയിട്ട് ഈ അവസരം ഏറ്റെടുത്തു കഴിഞ്ഞാൽ നാളുകളിൽ ഏതൊരാൾക്കും വിജയിക്കാൻ പറ്റിയ വലിയൊരു അവസരമാണ് ഈ ഒരു മേഖല. ഇപ്പോൾ ഞാൻ എൻ്റെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും പോസിറ്റീവ് ഉണ്ടെങ്കിൽ മാത്രം ഏറ്റെടുത്ത് ബാക്കിയെല്ലാം എന്ത് ചെയ്യുക? ഡിലീറ്റ് ചെയ്യുക. ബാക്കിയെല്ലാം ഡിലീറ്റ് ചെയ്യുക. നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. അപ്പം എനിക്ക് ബിസിനസ് കൂടെ കിട്ടിയ ഒരുപാട് നേട്ടങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു, രക്ഷപ്പെടാൻ പറ്റിയ അവസരമാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഏറ്റെടുത്താൽ, നിങ്ങൾ ലീഡേഴ്സ് പറയാം, നിങ്ങൾ അപ്ലൈൻ ലീഡർ പറയും, നിങ്ങൾ അപ്ലൈൻ ലീഡേഴ്സിന് ഇപ്പോൾ ഒരു കഴിവുണ്ടാവില്ല. കാരണം എൻ്റെ അപ്ലൈൻ ലീഡറായ ഉമ്മർ ഉസ്താദിന്റെ കഴിവ് നിങ്ങൾക്ക് അറിയാലോ. ഉമ്മർ ഉസ്താദിന്റെ വിദ്യാഭ്യാസ യോഗ്യത. പക്ഷെ ഞാൻ ആ സമയത്ത് എൻ്റെ ഷോപ്പ് നടത്തുന്ന ആള്, ഞാൻ മദ്രസയിൽ 7ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഉസ്താദ് ഉമ്മർ ഉസ്താദ്. അപ്പം ഞാൻ എൻ്റെ ഒരു വർഷം പോയത് എന്തുകൊണ്ടാണ്? ഇയാളൊന്നും പറഞ്ഞത് ചെയ്യാനാവില്ല എന്നുള്ളൊരു ധാരണ മനസ്സിൽ വന്നതാണ് അന്ന് വന്നത്. പക്ഷെ ഞാൻ വീണ്ടും ഇതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറായ സമയത്ത് ഇതിന്റെ സാധ്യത മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അപ്ലൈ ലീഡേഴ്സിന് വിദ്യാഭ്യാസ യോഗ്യത അവരെ കഴിവോ നോക്കാതെ
ഈ ബിസിനസ് വിജയിപ്പിക്കുക. ഞാൻ മുമ്പ് എൻ്റെ ട്രഡീഷണൽ ബിസിനസ് ചെയ്ത സമയത്ത് എൻ്റെ കച്ചവടം നഷ്ടത്തിലേക്ക് പോകുന്ന സമയത്ത് ആ നഷ്ടസാധ്യത വരും, അല്ലെങ്കിൽ അത് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തരാൻ മറ്റടുത്ത ഷോപ്പുകാരനോ എൻ്റെ കുടുംബക്കാരോ ഉണ്ടായില്ല. കാരണം എന്താ, അവർക്ക് ഇത് അറിയില്ല. കാരണം നമ്മളൊരു പുതിയ കട തുടങ്ങുകയാണെങ്കിൽ എല്ലാവരും പറയും അടിപൊളിയാണ്, നല്ല കച്ചവടം. അത് നമ്മളിപ്പോൾ ഒരു പുതിയ ഷോപ്പ് തുടങ്ങുക, അപ്പോൾ കരീം സാർ പുതിയൊരു കട തുടങ്ങുന്ന സമയത്ത് ഇവരെ സുഹൃത്തുക്കളൊക്കെ വിളിക്കും, നാളെ എൻ്റെ ഷോപ്പിന് ഇനാഗ്രേഷൻ ആണ്, ഉദ്ഘാടനമാണ്, നിങ്ങൾ വരണം എന്ന് പറയുമ്പോലൊക്കെ സന്തോഷത്തോടു കൂടി വരും. കാരണം എങ്ങനെയാ വരുന്നത്, കരീം വിളിച്ചതാണ്, എങ്ങനെ അപ്പോൾ പോവാതെ ഒന്നാടെ മോൻ കാണിച്ചാട്ടെ, ആ ലെവലിലാണ് എന്ത് ചെയ്യുക, അന്ന് പോവാം. ആ പോകുന്ന സമയത്ത് അവിടെ എത്തിയിട്ട് ഈ ഷോപ്പിന്റെ ഉദ്ഘാടനം കണ്ടു, അവരവിടെ ചായയും കടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിച്ചോര് പോവും. ഒരു പറയും അടിപൊളിയാണ്. ആദ്യം ഒരു നോക്ക് എന്താണെന്നറിയോ, ഷോപ്പിലെ സാധനത്തിന്റെ ക്വാളിറ്റി വില ഒക്കെ ഒന്ന് മനസ്സിലാക്കും. പക്ഷെ ഓർക്ക് നാളെ സാധനം വേണമെങ്കിൽ ഓരോ എടുക്കാൻ പോവാ, വേറെ കടയിൽ പോലെ പോവും. പക്ഷെ അവരവിടെ പറയും നല്ല പരിപാടിയാണ്, ഇനി കുടുംബം നല്ല രക്ഷപ്പെടുന്ന പരിപാടിയാണ്. പക്ഷെ ഓർക്കറിയാം, 100% നമുക്കും അറിയാം, ഈ മേഖല നാളെ മുടക്കി കഴിഞ്ഞാൽ ഒരുപാട് ആൾ ട്രഡീഷണൽ ബിസിനസ്സിൽ കട നടത്തിയിട്ട് കച്ചവടം എന്തായിക്കൊണ്ടിരിക്കുകയാണ്, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് അവർ പറയുന്നത് നല്ല കച്ചവടം, കളവല്ലേ അവർ പറയുന്നത്. പക്ഷെ ഈ ഒരു മേഖലയിലേക്ക്, ഞാൻ ട്രഡീഷണൽ ബിസിനസ്സിലേക്ക് വന്ന സമയത്തും എനിക്കുള്ള പ്രയാസങ്ങൾ, എൻ്റെ പ്രതിസന്ധികൾ അത് നേരാക്കി തരാനോ അല്ല എന്നെ സഹായിക്കാനോ ഒരാളുമില്ല. പക്ഷെ ഡയറക്റ്റ് സെല്ലിങ് ഞാൻ വന്ന സമയത്ത് എൻ്റെ അപ്ലൈൻ എന്നെ സഹായിക്കാൻ വരും. കാരണം എന്താ, ഇവിടെ ആദ്യം വന്നോന് പിന്നെ വന്നോനൊന്നുമില്ല, ഞാനിവിടെ വർക്ക് ചെയ്ത എൻ്റെ അപ്ലൈന് അതിൻ്റെ ഗുണം കിട്ടൂലേ. അപ്പൊ കൂട്ടമായ പ്രാർത്ഥനയ്ക്കും കൂട്ടമായ പ്രവൃത്തിക്കുമാണ് ലോകത്ത് ഏറ്റവും പ്രതിഫലമുള്ളത്. ഇത് കൂട്ടമായ പ്രവർത്തനല്ലേ. കാരണം എന്താ, എൻ്റെ കൂടെ വന്ന ആളുകൾക്ക്, അല്ലെ എന്നെ പരിചയപ്പെടുത്തി എൻ്റെ ലീഡേഴ്സ് എന്നെ സഹായിക്കുന്ന സമയത്ത് അവർക്ക് കൂടി ഗുണം കിട്ടുന്ന ഇൻഡസ്ട്രിയാണ്. സ്ഥാനത്ത് ഞാനൊരു ട്രഡീഷണൽ കട നടത്തുന്നുണ്ട്, അതേപോലെ എൻ്റെ കൂടെ വന്ന ഒരു ആളല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ഒരു ലീഡർ രാജേഷ് സാറും ഒരു ഫ്രൂട്ട്സ് കട നടത്തുകയാണ്. ഞാൻ എൻ്റെ ഫ്രൂട്ട്സ് കട നടത്തുന്ന സമയത്ത് ഞാൻ ചിലപ്പം ഫ്രൂട്ട്സ് ഉൽപ്പന്നങ്ങളൊക്കെ എന്ത് ചെയ്യും, കോഴിക്കോട് നിന്നായിരിക്കും എടുക്കുന്നത്. രാജേഷ് സാർ ബാംഗ്ലൂരിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അവർ കൊണ്ടുവരുന്ന റേറ്റും എൻ്റെ റേറ്റും ഒരു 10 രൂപ വ്യത്യാസം ഉണ്ടെങ്കിൽ രാജേഷ് സാർ എന്ത് ചെയ്യും, ഞാൻ വെക്കുന്നതിനേക്കാണ് 10 രൂപ കുറച്ചാട് വെക്കും. രാജേഷ് സാറല്ല, ഏകദേശം 90% ആളെ അവസ്ഥയാണ് രാജേഷ് സാർ ആ ലിസ്റ്റിലല്ല എന്ന് വെക്കാം. ഒരു വ്യക്തി എന്ത് ചെയ്യാണ്, എന്നെക്കാണ കുറച്ചിട്ട് ആ ഉൽപ്പന്നം അവിടെ വിൽക്കാൻ ശ്രമിക്കുവോ. എന്തുകൊണ്ടാ, ഞാൻ തുറക്കാത്തതെന്ന് അവരെന്ത് ചെയ്യും, 10 രൂപ കൂട്ടി വിൽക്കും. ഇതല്ലേ ട്രഡീഷണൽ കച്ചവടത്തിന്റെ അവസ്ഥ. കാരണം എന്താ, എനിക്ക് കിട്ടിയില്ലെങ്കിലും അവന്റെ ഷോപ്പ് പൂട്ടിയിട്ട് വേണം എന്താവാൻ, എനിക്ക് നന്നായി കച്ചവടം ചെയ്യും. ഇതാണ് ട്രഡീഷണൽ ബിസിനസ് അവസ്ഥ. കാരണം ഒരിക്കലും എൻ്റെ കച്ചവടം രക്ഷപ്പെടാനുള്ള ഒരു ഐഡിയ ആരും പറഞ്ഞു തരില്ല. കാരണം ഞാൻ രാജ് സാർ വന്ന് പറയാണ്, ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് ഉൽപ്പന്നം വാങ്ങുന്നത്, നിങ്ങൾ അവിടെ വന്ന് എടുത്തോളി എന്ന് പറയോ, ഒരിക്കലും പറയില്ല. കാരണം എന്താ, അങ്ങനെ എന്ന് എൻ്റെ ഈ ബിസിനസിന്റെ ഐഡിയ എന്നെ പഠിപ്പിക്കുന്നോ ഞാൻ പരാജയപ്പെടും. ഞാൻ നടത്തിയ ഹാർഡ്വെയർ ഷോപ്പിന്റെ ഐഡിയ എൻ്റെ കൂടെ ഷോപ്പിൽ വന്ന ആളെ 100% ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ വേറെ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവിടെ എന്തുണ്ട്, കച്ചവടത്തിന്റെ മറുണ്ട്. പക്ഷെ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിൽ എന്നേക്കാണ് നന്നായി ചെയ്യുന്ന ആളാണ് എൻ്റെ കൂടെ വന്ന ആളെങ്കിൽ ഞാൻ നാളെ രക്ഷപ്പെട്ടു. കരീം സാറെ കൂടെ വന്ന ആളെ കരീം സാറെക്കാണ് നന്നായിട്ട് അവരെ ചെയ്യാൻ പഠിപ്പിച്ചാൽ നാളെ നമ്മൾ രണ്ടുപേരും രക്ഷപ്പെടുന്ന ഒരു അവസരം ഇന്ന് ലോകത്തുണ്ടെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് മാർക്കറ്റിംഗ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും പോസിറ്റീവ് ഉണ്ടെങ്കിലും മാത്രം ഏറ്റെടുത്ത് ബാക്കിയെല്ലാം ഡിലീറ്റ് ചെയ്യണം എന്ന് ഉറപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഈ ഒരു സെഷൻ, എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു കരീം സാർ, അന്നേക്ക് വരാൻ പറ്റില്ല, ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഒന്ന് രണ്ട് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. ഇപ്പൊ ഏതായാലും ഇതൊരു സെഷൻ എനിക്ക് തന്നിട്ടുള്ള അവസരം തന്നില്ല കരീം സാർക്ക് ഒരുപാട് വലിയ വിജയം.